ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ബാഗേജ് പ്രൊവിഷൻസ് ആണ് കേട്ടോ. ഇതിനെയാണ് ബാഗേജ് പ്രൊവിഷൻസ് എന്ന് പറയുന്നത്. ബാഗേജ് പ്രൊവിഷൻസ് ഇതിൻ്റെ അകത്ത് ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ ബാഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കൂടെ കൊണ്ടുവരുന്ന ലഗേജ്, പാസഞ്ചേഴ്സ് കൂടെ കൊണ്ടുവരുന്ന ലഗേജ് ബാഗേജിലേക്ക് അതിൽ പ്രൊവിഷൻ്റെ അകത്ത് വരും. അത് അൺഅക്കമ്പനീഡ് ബാഗേജ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതായത് ബാഗ് വരുന്നുണ്ടാവും, അതിന്റെ കൂടെ ആളൊന്നും ഉണ്ടാവില്ല. അതാണ് അൺഅക്കമ്പനീഡ് ബാഗേജ് എന്ന് പറയുന്നത്. അൺഅക്കമ്പനീഡ് ബാഗേജ്. നമ്മൾ ബാഗേജ് റൂൾസ് ആണ് നോക്കാൻ പോകുന്നത്. അൺഅക്കമ്പനീഡ് ബാഗേജ് ഉണ്ട്, ചിലപ്പോൾ ബാഗേജ് റൂൾസും തന്നെ ഉണ്ടാവും. ഇപ്പൊ ഞാൻ എബ്രോഡിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കയ്യിൽ ക്യാരി ചെയ്യുന്ന ബാഗ്, അതിനാണ് ബാഗേജ് എന്ന് പറയുന്നത്. അതിലെങ്ങനെയാണ് കസ്റ്റംസ് ഡ്യൂട്ടി ചാർജ് ചെയ്യുന്നത്. അപ്പൊ ഇതിൻ്റെ അകത്ത് ആദ്യം മനസ്സിലാക്കേണ്ടത് എക്സെപ്ഷൻസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. എല്ലാ ഗുഡ്സും ചാർജബിൾ ആണ്, എക്സെപ്റ്റ് ചില കേസസ്. അതിൽ ഫസ്റ്റ് വൺ, 3 കേസസ് ഞാൻ പറയും. ഒന്ന് UPE. UPE എന്ന് പറഞ്ഞാൽ യൂസ്ഡ് പേഴ്സണൽ ഇഫക്റ്റ്. അതാണ് യൂസ്ഡ് പേഴ്സണൽ ഇഫക്റ്റ്. അതായത് ഞാൻ എബ്രോഡ് പോയി, ഞാൻ അവിടുന്ന് തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ അവിടെ ഒരു ഷർട്ട് മേടിച്ചു. ആ ഷർട്ട് ഞാൻ ഇട്ടുകൊണ്ട് വരികയാണ്. അതായത് ഞാൻ അവിടെ, അത് എൻ്റെ ഒരു പേഴ്സണൽ കാര്യമാണ്. എൻ്റെ ഒരു ഷർട്ട് ഞാൻ എബ്രോഡാണ് മേടിച്ചതെങ്കിലും ഞാനത് യൂസ് ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ യൂസ്ഡ് പേഴ്സണൽ ഇഫക്റ്റ് എന്ന് പറയുന്നത്. യൂസ്ഡ് പേഴ്സണൽ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഫ്രീലി അലൗഡ് ആണ്, ഇത് ചാർജബിൾ അല്ല, ഫ്രീലി അലൗഡ്. അപ്പോൾ നമ്മൾ അതിന് കസ്റ്റംസ് ഡ്യൂട്ടി ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല, യൂസ്ഡ് പേഴ്സണൽ ഇഫക്റ്റ് ആണെന്നുണ്ടെങ്കിൽ. ഇനി അടുത്തൊരു കാര്യം, എക്സെപ്ഷനിൽ വരുന്ന കാര്യങ്ങൾ ആദ്യം നോക്കാം. പിന്നെ എന്താ വെച്ചാൽ ട്രാവൽ സൂവിനിയർ എന്ന് പറയും. ഇത് ചിലപ്പോൾ നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ട്രാവൽ സൂവിനിയർ എന്ന് തന്നിട്ടുണ്ടാവും. അതായത് ഒരു നമ്മൾ വേറെ എവിടെയെങ്കിലും ഒരു സ്ഥലത്തേക്കൊക്കെ ടൂർ പോയി കഴിഞ്ഞാൽ അവിടുന്ന് എന്തെങ്കിലും ഒരു സൂവിനിയർ ആയിട്ടോ, അവിടുത്തെ എന്തെങ്കിലും മാഗ്നറ്റോ എന്തെങ്കിലും അട്രാക്റ്റീവ് ആയിട്ടുള്ള സാധനം നമ്മൾ സൂവിനിയർ ആയിട്ട് മേടിക്കുക. അത് നമ്മൾ തിരിച്ച് ഇന്ത്യയിലേക്ക് കടത്തുന്ന സമയത്ത് അതിന് കസ്റ്റംസ് ഡ്യൂട്ടി പേ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ട്രാവൽ സൂവിനിയർ ഓഫ് വാല്യൂ ₹10,000 പ്രോബ്ലത്തിൽ തന്നു കഴിഞ്ഞാൽ അതിന് കസ്റ്റംസ് ഡ്യൂട്ടി കൊടുക്കണ്ട. അതേമാതിരി യൂസ്ഡ് പേഴ്സണൽ ഇഫക്റ്റിനും കസ്റ്റംസ് ഡ്യൂട്ടി, അതൊക്കെ ഫ്രീലി അലൗഡ് ആണ്. ഓക്കെ, ട്രാവൽ സൂവിനിയർ അതും ഫ്രീലി അലൗഡ് ആണ്. ഓക്കെ, യൂസ്ഡ് പേഴ്സണൽ ഇഫക്റ്റ്. അപ്പോൾ ഈ യൂസ്ഡ് പേഴ്സണൽ ഇഫക്റ്റിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിസ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ജ്വല്ലറി. ജ്വല്ലറി ഇൻക്ലൂഡ് ചെയ്യില്ല. യൂസ്ഡ് പേഴ്സൺ ഡസ് നോട്ട് ഇൻക്ലൂഡ് ജ്വല്ലറി. അതായത് ജ്വല്ലറി വരികയാണെന്നുണ്ടെങ്കിൽ അത് ഫ്രീലി അലൗഡ് അല്ല, അതാണ് പറഞ്ഞത്. യൂസ്ഡ് പേഴ്സണൽ ഇഫക്റ്റിൽ എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം ജ്വല്ലറിയാണ്. പിന്നെ ഫ്രീ അലവൻസ് അപ്ലിക്കബിൾ അല്ലാത്ത ചില കാര്യങ്ങളുണ്ട്. ഫ്രീ അലവൻസ് അപ്ലിക്കബിൾ അല്ലാത്ത അതിന് ഞാൻ ഒരു ടേബിൾ ഇവിടെ വരയ്ക്കാം. അതായത് അനക്ഷർ 1 എന്ന് പറഞ്ഞിട്ട് ഒരു അനക്ഷർ ഉണ്ട്. ആ അനക്ഷറിൽ കൊടുത്തിരിക്കുന്ന ചില സാധനങ്ങൾ, അനക്ഷർ 1 പറഞ്ഞിരിക്കുന്ന ഒന്നും ഫ്രീ അലവൻസ്. അപ്പൊ ഇതിനൊരു ടേം ഉണ്ട്, GFA എന്ന് പറയും. GFA എന്ന് പറഞ്ഞാൽ ജനറൽ ഫ്രീ അലവൻസ് ആണ്. ജനറൽ ഫ്രീ അലവൻസ്. അത് ജനറൽ ഫ്രീ അലവൻസ് കിട്ടാത്ത ചില ഐറ്റംസ് ഉണ്ട്, അതൊക്കെ അനക്ഷർ 1 എഴുതിയിട്ടുണ്ട്. ആ ഐറ്റംസ് ഏതൊക്കെയാണെന്നാണ് ആദ്യം നോക്കേണ്ടത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഫയർ ആം, തോക്ക്, ഫയർ ആം. ഞാൻ ഇതിനെ 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്. ഒന്ന് GFA നോട്ട് അലവബിൾ. അതായത് GFA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ ഫ്രീ അലവൻസ് ഇല്ലാത്തത്. പിന്നെ ഉള്ളത് ജനറൽ ഫ്രീ അലവൻസ് ഉള്ളത്. ഓക്കെ, ജനറൽ ഫ്രീ അലവൻസ് ഉള്ളതും ഇല്ലാത്തതും 2 ആയിട്ട്. നോട്ട് എലിജിബിൾ ഫോർ GFA. GFA എന്ന് പറഞ്ഞാൽ ജനറൽ ഫ്രീ അലവൻസ് അലവബിൾ അല്ലാത്ത. അപ്പൊ ഇതിൻ്റെ അകത്ത് ഞാൻ ചില ഫയർ ആം, പിന്നെ വേറെ എന്നത് കാട്രിഡ്ജസ് ഓഫ് ഫയർ ആം. പിന്നെ ഉള്ളത് സിഗരറ്റ്. പിന്നെ സിഗാർ, പിന്നെ പറയുന്നത് ടൊബാക്കോ. പിന്നെ ഗോൾഡ് ഓർ സിൽവർ. ഈ ഗോൾഡ് ഓർ സിൽവർ എന്ന് പറയുമ്പോൾ അതർ ദാൻ ഓർണമെന്റ്സ് അല്ലാത്ത ഈ അതർ ദാൻ ഓർണമെന്റ്സ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന അവിടെ എന്താ വെച്ചാൽ ഗോൾഡ് ബാറോ അല്ലെങ്കിൽ ഗോൾഡ് ബിസ്ക്കറ്റോ ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് കാരണം ഓർണമെന്റ്സിന് വേറെ ഉണ്ട്, ഓർണമെന്റ്സ്. പിന്നെ ആൽക്കഹോളിക് ലിക്കർ. ഓക്കെ, അപ്പൊ ഇതിൽ ഏതിനൊക്കെയാണ് നമുക്ക് ജനറൽ ഫ്രീ അലവൻസ് കിട്ടുന്നത്? ചില ഐറ്റംസിന് ജനറൽ ഫ്രീ അലവൻസ് ഉണ്ടാവും, ചിലതിന് ജനറൽ ഫ്രീ അലവൻസ് ഉണ്ടാവില്ല. അപ്പം ഫയർ ആം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഞാൻ 2 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് ഇതിനെ. ഇത് ഒന്ന്
38.5%. അത്രയും കസ്റ്റംസ് ഡ്യൂട്ടി കൊടുക്കണം. വേറൊന്ന് 110% കസ്റ്റംസ് ഡ്യൂട്ടി കൊടുക്കണം. ഓക്കെ. അപ്പം ഇത് ഫയർ ആംസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയർ ആംസിന് 110 രൂപ കസ്റ്റംസ് ഡ്യൂട്ടി കൊടുക്കണം. ഇനി കാട്രിഡ്ജസ് ഓഫ് ഫയർ ആം, ഇനി ഇതിന്റെ കാട്രിഡ്ജസ് വരുന്ന സമയത്ത് കാട്രിഡ്ജസ് ആണ് അത്, ഫയർ ആമിന്റെ കാട്രിഡ്ജസ് മാത്രം, അത് അപ് ടു 500 അപ് ടു 50 നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ GFA അലവബിൾ ആണ്. അതായത് ജനറൽ ഫ്രീ അലവൻസ് അവിടെ അതിന് എലിജിബിൾ ആണ്. അലവബിൾ എന്നുള്ളതിനേക്കാൾ നല്ലത് എലിജിബിൾ എന്നുള്ള വാർഡ്, എലിജിബിൾ ആണ്. ഓക്കെ. അപ്പൊ അതിന്റെ റേറ്റ് ടാക്സ് കസ്റ്റംസ് 38.5% ആണ്. ഈ കോളത്തിൽ കിടക്കുന്ന എല്ലാം GFAക്ക് എലിജിബിളും ആണ്. 38.5% ആണ് അതിന്റെ കസ്റ്റംസ് ഡ്യൂട്ടി കൊടുക്കേണ്ടത്. ഇനി സിഗരറ്റ് ആണെങ്കിലോ, സിഗരറ്റ് ആണെങ്കിൽ അപ് ടു 100 നമ്പർ 100 നമ്പേഴ്സ് വരെ ജനറൽ ഫ്രീ അലവൻസിൽ കിട്ടും. ജനറൽ ഫ്രീ അലവൻസിന് എലിജിബിളും ആണ്. 38% കൊടുത്താൽ. പക്ഷെ 100 എണ്ണത്തിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ, അത് 100 എണ്ണത്തിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ 110% ആണ്. അതാണ് ബിയോണ്ട് 100 നമ്പേഴ്സ് 100 സ്റ്റിക്സ്. ഓക്കെ, 110%. അപ്പൊ ഞാൻ കാട്രിഡ്ജസ് ഓഫ് ഫയർ ആം പറഞ്ഞല്ലോ. കാട്രിഡ്ജസ് ഓഫ് ഫയർ ആം അപ് ടു 50 നമ്പേഴ്സ് GFA എലിജിബിൾ ആണ്. ബിയോണ്ട് 50 നമ്പേഴ്സ് 110% കസ്റ്റംസ് ഡ്യൂട്ടി കൊടുക്കണം. ഇനി സിഗാർ എന്ന് പറയുന്നത് അപ് ടു 25 നമ്പേഴ്സ് ജനറൽ ഫ്രീ അലവൻസ് ആണ്. ബിയോണ്ട് 25 നമ്പേഴ്സ് ആണെങ്കിൽ അത് എലിജിബിൾ അല്ല. ഇനി ടൊബാക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ് ടു 125 ഗ്രാം ജനറൽ ഫ്രീ അലവൻസ് ഉണ്ട്. ബിയോണ്ട് 125 ഗ്രാംസിന് ഇത് നോട്ട് എലിജിബിൾ ഫോർ GFA. ഇനി ഗോൾഡ്, സിൽവർ ആൻഡ് ഓർണമെന്റ്, ഇത് നമ്മൾ 4 എണ്ണം ഇവിടെ എഴുതിയല്ലോ. ഇനി നമ്മൾ വരുന്ന ഈ ഓർണമെന്റ്സ്, പിന്നെ ആൽക്കഹോളിക് ലിക്കർ, അപ്പൊ ഈ ഓർണമെന്റ്സ് എന്ന് പറയുന്നത് നമുക്ക് എന്തായാലും ജനറൽ ഫ്രീ അലവൻസ് കിട്ടുന്നതാണ്. ജനറൽ ഫ്രീ, അപ്പൊ ഞാൻ അവിടെ ടിക്ക് ഇട്ടു. ഓക്കെ. ഇനി ഗോൾഡ്, സിൽവർ ആൻഡ് ഇതാണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ അതർ ദാൻ ഓർണമെന്റ്സ് പറയുമ്പോൾ അത് ഗോൾഡ് ബാറോ ബിസ്ക്കറ്റോ ആയിരിക്കും. അതൊരിക്കലും GFA കിട്ടില്ല. GFAയിൽ എലിജിബിൾ അല്ല. പക്ഷെ 38.5% ഇത് കൊടുത്താൽ മതി, ടാക്സ് കൊടുത്താൽ 110% കൊടുക്കണ്ട, അതാണ് ഞാൻ പറയുന്നത്. പക്ഷെ അതിന് ജനറൽ ഫ്രീ അലവൻസ് കിട്ടില്ല. അത് നോട്ട് എലിജിബിൾ ഫോർ ജനറൽ ഫ്രീ അലവൻസ്. എന്താണ് ഈ ജനറൽ ഫ്രീ അലവൻസ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. അപ്പൊ ഓർണമെന്റ്സും ഗോൾഡ് ആൻഡ് സിൽവർ കഴിഞ്ഞില്ല. ഇനി ആൽക്കഹോൾ ലിക്കർ എന്ന് പറഞ്ഞാൽ അപ് ടു 2 ലിറ്റേഴ്സ് ജനറൽ ഫ്രീ അലവൻസ് അവൈലബിൾ ആണ്. ബിയോണ്ട് 2 ലിറ്റേഴ്സ് ജനറൽ ഫ്രീ ഇത് കിട്ടില്ല. ബിയോണ്ട് 2 ലിറ്റേഴ്സ്. ഓക്കെ. ഇനി ഇതിൻ്റെ അകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് 2 കൂടെ ആഡ് ചെയ്യണം. LED, LCD, പ്ലാസ്മ TV. LED, LCD, പ്ലാസ്മ TV ഒക്കെ ഇതും ആദ്യത്തെ ഇതിൽ വരില്ല. രണ്ടാമത്തെ ഇതിൽ 2 നമ്മൾ എഴുതിയല്ലോ. അതായത് ഒന്ന് 38.5%, 110%. അങ്ങനെയാണ് നമ്മൾ മുകളിൽ എഴുതിയത്. ഇവിടെ GFA അലൗഡ് ആണ്, ഇവിടെ GFA നോട്ട് അലൗഡ് ആണ്. പക്ഷെ 38.5, ഇവിടെയും 38.5%. അങ്ങനെയാണ് നമ്മൾ മുകളിൽ ആ ടേബിൾ ഉണ്ടാക്കിയത്. ഞാൻ ആ ടേബിളിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഉണ്ടാക്കുകയാണ്. ടേബിളിൽ വന്നിരുന്നത് നന്നായിരുന്നു. അപ്പൊ ഇവിടെ LED, പ്ലാസ്മ ആണെങ്കിൽ അതിന് GFA കിട്ടും. അപ്പൊ നമ്മൾ പുറത്തുനിന്ന് ഒരു LED അല്ലെങ്കിൽ LCD അല്ലെങ്കിൽ പ്ലാസ്മ TV ഇമ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് GFA ജനറൽ ഫ്രീ അലവൻസ് കിട്ടില്ല. അതിന് 38.5 ആണോ 110 ആണോ കൊടുക്കേണ്ടത്? 38.5% ആണ് അതിന് കസ്റ്റംസ് ഡ്യൂട്ടി വരുന്നത്. ഇനി ലാസ്റ്റ് വൺ, എനി ഗുഡ്സ്. അതാണ് ലാസ്റ്റ് വൺ പറയുന്നത്. എനി അതർ ഗുഡ്സ്, അതായത് ഓൾ അതർ ഗുഡ്സ്. ഇതല്ലാത്ത വേറെ ഏത് ഗുഡ്സ് ആണെങ്കിലും നമുക്ക് ജനറൽ ഫ്രീ അലവൻസ് കിട്ടും. അതാണ് പറയുന്നത്. ജനറൽ ഫ്രീ അലവൻസും കിട്ടും. 38.5% ആണ് കസ്റ്റംസ് ഡ്യൂട്ടി പേ ചെയ്യേണ്ടത്. ഓക്കെ. അപ്പൊ ഈ ടേബിൾ മനസ്സിലായി. ഈ ടേബിൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാഗേജിലെ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമ്മൾ ഈ ടേബിളിന് ആദ്യം മനസ്സിലാക്കേണ്ടത് ചില ഐറ്റംസ് ഉണ്ട്, അതിന് ജനറൽ ഫ്രീ അലവൻസിന് എലിജിബിളും അല്ല, 110%
കസ്റ്റംസ് ഡ്യൂട്ടി കൊടുക്കേണ്ട ചില ഐറ്റംസ് ഉണ്ട്. അതാണ് ആദ്യത്തേത് ഫയറാം. ഫയറാം എന്ന് പറഞ്ഞാൽ തോക്ക്. തോക്കിന് ഒരിക്കലും ജനറൽ ഫ്രീ അലവൻസ് കിട്ടില്ല. 110% അതിന്റെ കസ്റ്റംസ് ഡ്യൂട്ടി. ഇനി രണ്ടാമത്തെ കാര്യം, ആ തോക്കിലിടുന്ന ഫയറാമിലിടുന്ന കാട്രിഡ്ജസിനെ പറ്റിയാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ കാട്രിഡ്ജസ് ഇമ്പോർട്ട് ചെയ്യാണ്. കാട്രിഡ്ജസ് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് 50 എണ്ണം വരെ GFA എലിജിബിൾ ആണ്. GFA എന്ന് പറഞ്ഞാൽ ജനറൽ ഫ്രീ അലവൻസ്. തൽക്കാലം അത് എന്താണെന്ന് മനസ്സിലാക്കുക, അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. എന്തായാലും 50 എണ്ണം വരെ നമുക്ക് തോക്കിന്റെ ഉള്ളിലുള്ള ആ ഉണ്ടകൾ കാട്രിഡ്ജസ് 50 എണ്ണം വരെ GFAക്ക് എലിജിബിൾ ആണ്. 50 എണ്ണത്തിൽ കൂടുതലാണെങ്കിലോ GFAക്ക് എലിജിബിൾ അല്ല, 110% ടാക്സ് കൊടുക്കേണ്ടി വരിക, 38.5 അല്ല. ഇനി നമ്മൾ സിഗരറ്റ് ഇമ്പോർട്ട് ചെയ്യാം. 100 എണ്ണം വരെ സിഗരറ്റ് ജനറൽ ഫ്രീ അലവൻസിന് നമുക്ക് കിട്ടും, എലിജിബിൾ ആണ്. പക്ഷെ 110 എണ്ണം കൊണ്ടുവന്നാലോ 100 എണ്ണം വരെ GFA എലിജിബിൾ ആണ്. പക്ഷെ ബാക്കിയുള്ള 10 എണ്ണം ഉണ്ടല്ലോ, അതായത് ബിയോണ്ട് 100 10 എണ്ണത്തിന് 110% വെച്ച് ടാക്സ് കസ്റ്റംസ് ഡ്യൂട്ടി കൊടുക്കേണ്ടി വരും. ഇനി നമ്മൾ സിഗാർ എന്ന് പറഞ്ഞാൽ ചുരുട്ടുമാതിരി ഒരു സാധനം, അത് ഇമ്പോർട്ട് ചെയ്യാന്ന് വെക്കുക. 25 എണ്ണം, ഞാൻ 30 സിഗാർ ഇമ്പോർട്ട് ചെയ്തെന്ന് വെക്കുക. 25 എണ്ണം വരെ എനിക്ക് ജനറൽ ഫ്രീ അലവൻസിന് എലിജിബിൾ ആണ്. ആ ബാക്കിയുള്ള 5 എണ്ണത്തിനോ, ആ ബാക്കിയുള്ള അതായത് ബിയോണ്ട് 25 നമ്പേഴ്സുള്ള 5 എണ്ണത്തിന് ഞാൻ 110% ഞാൻ കസ്റ്റംസ് ഡ്യൂട്ടി കൊടുക്കണം. ഇനി ടൊബാക്കോ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ 250 ഗ്രാം ടൊബാക്കോ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ 125 ഗ്രാം വരെ എനിക്ക് ജനറൽ ഫ്രീ അലവൻസ് കിട്ടും. അതിന് ബാക്കിയുള്ള 125 ഗ്രാമിന് ഞാൻ 110% ജനറൽ ഫ്രീ അലവൻസ് കൊടുക്കേണ്ടി വരും. ഇനി ഓർണമെന്റ്സ് പറഞ്ഞാൽ നമ്മളിപ്പോ കഴുത്തിൽ ഇട്ടുകൊണ്ട് വരുന്ന ഓർണമെന്റ്സ്, അല്ലെങ്കിൽ കയ്യിൽ ഒരു റിങ്, നമ്മളിപ്പോ എബ്രോഡ് പോയപ്പോൾ അവിടുന്ന് എന്തെങ്കിലും റിങ്ങോ വളയോ എന്തെങ്കിലുമൊക്കെ മേടിച്ചു, അതിനെയാണ് ഓർണമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ അടുത്ത 2 എണ്ണം എഴുതിയുണ്ടോ, ഗോൾഡ് ഓർ സിൽവർ അതർ ദാൻ ഓർണമെന്റ്സ്. അതർ ദാൻ ഓർണമെന്റ്സ് പറഞ്ഞാൽ ഗോൾഡ് ബാർ, ഗോൾഡ് ബിസ്ക്കറ്റ് ഒക്കെയാണ്. അതിന്റെ താഴെ ഞാൻ എഴുതിയിരിക്കുന്ന ഓർണമെന്റ്സ്. ഇത് 2 രീതിയിലാണ് ഇതിന്റെ ടാക്സേഷൻ വരുന്നത്, കസ്റ്റംസ് ഡ്യൂട്ടി വരുന്നത്. ഓർണമെന്റ്സ് ആണെന്നുണ്ടെങ്കിൽ അതിന് ജനറൽ ഫ്രീ അലവൻസ് കിട്ടും. അത് നമ്മൾ എത്ര ഓർണമെന്റ്സ് കൊണ്ടുവന്നാലും GFA എലിജിബിൾ ആണ്, ജനറൽ ഫ്രീ അലവൻസ് കിട്ടും. അതായത് 38.5 ആണ് ഇത് നമുക്ക് കൊടുക്കേണ്ട ഡ്യൂട്ടി എന്ന് പറയുന്നത്. പക്ഷെ അതർ ദാൻ ഓർണമെന്റ്സ്, അതായത് ഇപ്പൊ ഞാൻ ഗോൾഡ് ബാറോ അല്ലെങ്കിൽ വേറെ ഗോൾഡ് ബിസ്ക്കറ്റ് ഒക്കെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ജനറൽ ഫ്രീ അലവൻസിന് അത് എലിജിബിൾ അല്ല. അപ്പൊ നമ്മൾ കൊടുക്കേണ്ട ടാക്സ് 110% അല്ല. അതുകൊണ്ടാണ് ഞാൻ ആ 38.5 അണ്ടറിൽ ടിക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ ഗോൾഡ് ബാറോ ഗോൾഡ് ബിസ്ക്കറ്റോ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ജനറൽ ഫ്രീ അലവൻസ് കിട്ടില്ല. പക്ഷെ ഈവൻ ദോ ഇറ്റ് ഈസ് നോട്ട് എലിജിബിൾ ഫോർ ജനറൽ ഫ്രീ അലവൻസ്, ഇറ്റ് വിൽ ബി ടാക്സ് അറ്റ് ദ റേറ്റ്, ഡ്യൂട്ടി വരുന്നത് 38.5% ആയിരിക്കും. ഇനി അടുത്തത് ആൽക്കഹോൾ ലിക്കർ എന്ന് പറഞ്ഞാൽ 2 ലിറ്റർ വരെ എനിക്ക് ആൽക്കഹോൾ ലിക്കർ ഇമ്പോർട്ട് ചെയ്യാം, ജനറൽ ഫ്രീ അലവൻസ് കിട്ടും. 2ൽ കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ജനറൽ ഫ്രീ അലവൻസ് കിട്ടില്ല. പക്ഷെ 110% എനിക്ക് ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല, ഡ്യൂട്ടി കൊടുക്കേണ്ട കാര്യമില്ല, 38.5% കൊടുത്താൽ. ഇനി LED, LCD, പ്ലാസ്മ TV, ഇങ്ങനത്തെ ടിവികളാണ് ഞാൻ ഇമ്പോർട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ആ TV ഞാൻ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ജനറൽ ഫ്രീ അലവൻസ് കിട്ടില്ല. പക്ഷെ 110% ടാക്സ് കൊടുക്കേണ്ട, 38.5% ടാക്സ് അല്ല ഡ്യൂട്ടി കൊടുത്താൽ. ഞാൻ ഈ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഫയറാമിന്റെ കാട്രിഡ്ജ്, സിഗരറ്റ്, സിഗാർ, പിന്നെ ആൽക്കഹോള്, പിന്നെ ടൊബാക്കോ, ഗോൾഡ് ആൻഡ് സിൽവർ അതർ ദാൻ ഓർണമെന്റ്സ്, ഇതിലൊന്നും പെടാത്ത വേറെ എന്ത് ഗുഡ്സ് ആണെങ്കിലും ശരി, ഓൾ അതർ ഗുഡ്സ് ആർ എലിജിബിൾ ഫോർ GFA. അതാണ്. അപ്പൊ ശരിക്കും ഓൾ അതർ ഗുഡ്സ് ആർ എലിജിബിൾ ഫോർ GFA എക്സെപ്റ്റ് മുകളിൽ പറഞ്ഞിരിക്കുന്ന ഈ ഐറ്റംസ്. അപ്പൊ നമ്മൾ എന്തൊരു സാധനം ഇമ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ഫോൾ വിത്തിൻ ദ നെറ്റ് ഓഫ് ജനറൽ ഫ്രീ അലവൻസ് വിച്ച് ഈസ് ചാർജബിൾ ടു കസ്റ്റംസ് ഡ്യൂട്ടി ഓൺലി അറ്റ് ദ റേറ്റ് 38.5. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഓൾ അതർ ഗുഡ്സ്, എല്ലാ ഗുഡ്സും ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് 38.5% കസ്റ്റംസ് ഡ്യൂട്ടി കൊടുത്താൽ മതി. അതിന് ജനറൽ ഫ്രീ അലവൻസ് കിട്ടും. കിട്ടാത്തത് എന്തൊക്കെയാണെന്നുള്ളതാണ് ശരിക്കും ഈ അനക്ഷർ 1 പറഞ്ഞിരിക്കുന്നത്. അതാണ് ഈ അനക്ഷർ 1 സിഗ്നിഫിക്കൻസ്. ഈ അനക്ഷർ 1 പറഞ്ഞിരിക്കുന്നത് ഏതിനൊക്കെയാണ് ജനറൽ ഫ്രീ അലവൻസ് കിട്ടാതിരിക്കുന്നത്, എക്സെപ്ഷൻസ് ഏതൊക്കെയാണ്. അപ്പം നമ്മൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ആ ഐറ്റംസ് പഠിച്ചിരിക്കണം. ഫയറാമിന്റെ ഉള്ളിലിടുന്ന കാറ്ററിജ്, പിന്നെ സിഗരറ്റ്, സിഗാർ, ടൊബാക്കോ, പിന്നെ മദ്യം, ആൽക്കഹോൾ, ലിക്കർ, ഓക്കെ, പിന്നെ ടൊബാക്കോ പറഞ്ഞത്, പിന്നെ ഗോൾഡ്, സിൽവർ അതർ ദാൻ ഓർണമെന്റ്സ് ആൻഡ് ഓർണമെന്റ്സ്. അത് അങ്ങനെ ഓർത്താൽ മതി. ഓർണമെന്റ്സ് മാത്രമുണ്ട്, പിന്നെ ഓർണമെന്റ്സ് അല്ലാത്ത ഗോൾഡ് കൊണ്ടോ സിൽവറോ ഉണ്ടാക്കിയ, അതായത് മറ്റേ ബാറോ ബിസ്ക്കറ്റോ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഉള്ള കാര്യങ്ങൾ. ഓക്കെ. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്ത് വേറൊരു കാര്യം കൂടെ ഓർത്തിരിക്കാൻ പറ്റും. 110% ടാക്സ് കൊടുക്കേണ്ട കേസസ് ഏതൊക്കെയാ? ഫയറാം, തോക്ക്.
കാട്രിഡ്ജസ് എബവ് 100 എണ്ണത്തിൽ കൂടുതൽ 50 എണ്ണത്തിൽ കൂടുതൽ കാട്രിഡ്ജ് ഇമ്പോർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ 110% കൊടുക്കണം. 100 എണ്ണത്തിൽ കൂടുതൽ സിഗരറ്റ് ഇമ്പോർട്ട് ചെയ്താൽ 110 കൊടുക്കണം. പിന്നെ 25 എണ്ണത്തിൽ കൂടുതൽ സിഗാർ ഇമ്പോർട്ട് ചെയ്താൽ 110 കൊടുക്കണം. പിന്നെ 125 ഗ്രാമിൽ കൂടുതൽ ടൊബാക്കോ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 110 കൊടുക്കണം. ബാക്കിയെല്ലാം ഈ പറഞ്ഞ 1, 2, 5 കേസസ് ഒഴിച്ച് ബാക്കി എല്ലാം 38.5 ആണ്. ഞാൻ ഓർത്തിരിക്കാൻ എളുപ്പത്തിന് വേണ്ടി പറഞ്ഞ ഈ 5 കേസസ് ഒഴികെ ഫയർആം, അതിന്റെ കാട്രിഡ്ജ്, സിഗരറ്റ്, സിഗാർ, ടൊബാക്കോ, ഈ 5 എണ്ണം ഒഴിച്ച് ബാക്കി എല്ലാം 38.5-ലാണ്. ഇനി ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ, ജനറൽ ഫ്രീ അലവൻസ്. ഈ 38.5-നെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ചില 38.5-ന് നമുക്ക് ജനറൽ ഫ്രീ അലവൻസ് അവൈലബിൾ ആണ്, ചില 38.5-ന് ജനറൽ ഫ്രീ അലവൻസ് അവൈലബിൾ അല്ല. ജനറൽ ഫ്രീ അലവൻസ് അവൈലബിൾ അല്ലാത്ത 3 ഐറ്റംസേ ഉള്ളൂ. ജനറൽ ഫ്രീ അലവൻസ് അവൈലബിൾ അല്ലാത്ത 38.5 3 മാത്രമേ ഉള്ളൂ. അത് ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞുതരാം. 38.5 ആണ്, പക്ഷെ ജനറൽ ഫ്രീ അലവൻസ് അവൈലബിൾ അല്ലാത്ത TV, LED, LCD, പ്ലാസ്മ TV, ആൽക്കഹോൾ ലിക്കർ എബവ് 2 liters, പിന്നെ ഗോൾഡ്, സിൽവർ, അതർ ദാൻ ഓർഗനൈസ്, അതായത് ഗോൾഡ് ബാർ, ഗോൾഡ് ബിസ്ക്കറ്റ്. അപ്പൊ ബാറോ ബിസ്ക്കറ്റോ ആണെങ്കിൽ TV, പിന്നെ ആൽക്കഹോളിക് ലിക്കർ ബിയോണ്ട് 2 liters, അതിനാണെങ്കിൽ 38.5% കൊടുത്താൽ മതി കസ്റ്റംസ് ഡ്യൂട്ടി. പക്ഷെ ജനറൽ ഫ്രീ അലവൻസ് അവൈലബിൾ അല്ല. ഈ 2 എക്സെപ്ഷൻസ് ആദ്യം ഓർത്തിരിക്കുക. ഏതിനൊക്കെയാണ് ആ 5 ഐറ്റംസ് ഏതിനൊക്കെയാണോ 110% കൊടുക്കുന്നത് ഓർത്തിരിക്കുക. ഫയർആം, കാട്രിഡ്ജ് എബവ് 50 നമ്പേഴ്സ്, പിന്നെ ടൊബാക്കോ, സിഗരറ്റ് ആൻഡ് സിഗാർ, ഈ 5 ഐറ്റത്തിനാണ് 110 കൊടുക്കുന്നത്. ഇനി അതിന് 110 കൊടുക്കുമ്പോൾ ജനറൽ ഫ്രീ അലവൻസ് അവൈലബിൾ അല്ല. ഇനി ജനറൽ ഫ്രീ അലവൻസിന് എലിജിബിൾ അല്ലാത്ത 38% കൊടുക്കുന്ന 3 ഐറ്റംസ് ഏതൊക്കെയാണ്? TV, പ്ലാസ്മ, LED, LCD TV, ആൽക്കഹോളിക് ലിക്കർ ബിയോണ്ട് 2 liters, പിന്നെ ഈ ഗോൾഡ് ബാർ, ഗോൾഡ് ബിസ്ക്കറ്റ്. ഇതാണ് 38 കൊടുത്തും ജനറൽ ഫ്രീ അലവൻസ് കിട്ടാതെ. ബാക്കി എല്ലാറ്റിനും ജനറൽ ഫ്രീ അലവൻസ് 38.5 കിട്ടും. അതാണ് ഇപ്പൊ അത് ഈവൻ എന്താ പറയാ, നമ്മൾ ഫയർആമിൽ ഇടുന്ന കാട്രിഡ്ജ് ആണെങ്കിലും 50 എണ്ണം വരെ നമുക്ക് ജനറൽ ഫ്രീ അലവൻസ് കിട്ടും. ടൊബാക്കോ ആണെങ്കിലും ശരി, അത് നമുക്ക് 125 ഗ്രാം വരെ കിട്ടും. സിഗരറ്റ് 100 വരെ കിട്ടും. സിഗാർ 25 വരെ കിട്ടും. ഓക്കെ, അപ്പൊ ഈ ടേബിൾ ക്ലിയർ ആയോ? ഈ ടേബിൾ അറിഞ്ഞാൽ മാത്രമേ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഈ ജനറൽ ഫ്രീ അലവൻസ് എന്താണെന്നുള്ളത് നോക്കണം. ഞാൻ ഇത്രയും നേരം ജനറൽ ഫ്രീ അലവൻസ് പറഞ്ഞല്ലോ. എന്താണ് ജനറൽ ഫ്രീ അലവൻസ്? അതാണ് ഞാൻ അടുത്ത് നോക്കാൻ പോകുന്നത്. What is general free allowance? ഓക്കെ, ഇതിന് അടുത്ത ടേബിൾ നോക്കാം. ഓക്കെ, അതായത് ഇതിൻ്റെ അകത്ത് 2 കാറ്റഗറിയാണ് ഉള്ളത്. അത് ആദ്യം ആരാണോ വരുന്നത്, ഡിപ്പെൻസ് ഓൺ ദ പാസഞ്ചർ. ആരാണോ പുറത്തു നിന്ന് വരുന്നത് ആ പാസഞ്ചറിന്റെ കാറ്റഗറി. ഓക്കെ, ഇനി ഏത് കൺട്രിയിൽ നിന്നാണ് വരുന്നത്, ഒറിജിൻ, അയാൾ ഏത് കൺട്രിയിൽ. ഇതിനകത്ത് 2 കാറ്റഗറീസ് നോക്കണം. പിന്നെ ഞാനിതിൻ്റെ മുമ്പ് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം, നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞു ഈ ബാഗേജ് പ്രൊവിഷൻസിന്റെ എക്സെപ്ഷൻസ് പറഞ്ഞല്ലോ. ആ എക്സെപ്ഷൻ പറഞ്ഞാൽ 3-മത്തെ പറയാൻ വിട്ടു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലാപ്ടോപ്പ് അല്ലെങ്കിൽ നോട്ട്ബുക്ക്. ഇപ്പൊ നിങ്ങൾ പുറത്ത് പോയിട്ട്, ഇപ്പൊ നിങ്ങൾ അമേരിക്കയിൽ നിന്ന് വരികയെന്ന് വെക്കുക, നിങ്ങൾക്ക് ഒരു ലാപ്ടോപ്പ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. ദാറ്റ് ഈസ് എക്സംപ്റ്റഡ്. ഇതൊക്കെ എക്സംഷൻസ് ആണ്. ഏതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ബാഗിൽ കൊണ്ടുവരാൻ പറ്റും, അതിന് നിങ്ങൾ കസ്റ്റംസ് ഡ്യൂട്ടി ചാർജ് ചെയ്യും. അപ്പൊ ഏതിനൊക്കെ കസ്റ്റംസ് ഡ്യൂട്ടി ചാർജ് ചെയ്യാൻ പറ്റാത്ത ബാഗേജിലുള്ള 3 കാര്യങ്ങൾക്ക് യൂസ്ഡ് പ്രൊവിഷൻസ്. നിങ്ങൾ അവിടെ പോയി, അമേരിക്കയിൽ പോയി, നിങ്ങൾ ഒരു ഫോൺ മേടിച്ചു, അവിടെ പോയി ഒരു മൊബൈൽ ഫോൺ മേടിച്ചു, എന്നിട്ട് നിങ്ങൾ അത് അവിടുന്ന് തന്നെ 1 മാസം ഉപയോഗിച്ചു, എന്നിട്ട് ആ ഉപയോഗിച്ച ഫോൺ നിങ്ങൾ തിരിച്ചു കൊണ്ടുവരിക. നിങ്ങൾ മേടിച്ചത് സ്റ്റേറ്റ്സ് നിന്നായിരിക്കും, പക്ഷെ അതിന് കസ്റ്റംസ്, ബിക്കോസ് ഇറ്റ് ഈസ് എ യൂസ്ഡ് പേഴ്സണൽ ഇഫക്ട്. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചൊരു സാധനം. നിങ്ങൾ അവിടുന്ന് ഒരു ഡ്രസ്സ് മേടിച്ചു, അപ്പൊ നിങ്ങൾ അത് ഉപയോഗിച്ചു അവിടെ, എന്നിട്ട് നിങ്ങളുടെ ബാഗിൽ ഇട്ടിട്ട് നിങ്ങൾ കൊണ്ടുവരിക. നിങ്ങൾ മേടിച്ച സ്റ്റേറ്റ്സ് നിന്നായിരിക്കും, പക്ഷെ അത് നിങ്ങൾക്ക് കസ്റ്റംസ്, ബിക്കോസ് ഇറ്റ്സ് എ യൂസ്ഡ് പേഴ്സണൽ എഫക്ട്. ഓക്കെ, അത് എന്താണ് യൂസ്ഡ് പേഴ്സണൽ എഫക്ട് ഈസ് അനദർ ക്വസ്റ്റ്യൻ. അത് നിങ്ങൾക്ക് ഡെയിലി നെസസിറ്റീസിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. ദാറ്റ് ഡിപ്പെൻഡ്സ്, വേരീസ് ഫ്രം കേസ് ടു കേസ്. ഓക്കെ, അതേമാതിരി ട്രാവൽ സൂവിനർ, നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ എന്തെങ്കിലും ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടോ അതേമാതിരി അവിടത്തേക്ക് എന്തെങ്കിലും യുണീക്ക് ആയിട്ടുള്ള സാധനം കൊണ്ടുവരികയാണെങ്കിൽ ട്രാവൽ സൂവിനേഴ്സ് ആർ ഓൾസോ എക്സെപ്റ്റഡ്. പിന്നെ 3-മത്തെ ലാപ്ടോപ്പ് ഓർ നോട്ട്ബുക്ക്. പക്ഷെ ലാപ്ടോപ്പ് ആൻഡ് നോട്ട്ബുക്കിന് ഒരു പ്രശ്നമുണ്ട്. കൊണ്ടുവരുന്ന പാസഞ്ചർ 18 years ആൻഡ് എബവ് ഉള്ള ആളായിരിക്കണം. 18 years ആൻഡ് എബവ്. ആരുടെ ബാഗിൽ നിന്നാണോ ഈ ലാപ്ടോപ്പ് എടുത്തത് അയാൾക്ക് 18 വയസ്സിന് മുകളിലുള്ള ആളായിരിക്കണം. എന്നാൽ മാത്രമേ എക്സംഷൻ കിട്ടുള്ളൂ, അല്ലെങ്കിൽ അതിന് കസ്റ്റംസ് ഡ്യൂട്ടി കൊടുക്കേണ്ടി വരും. ആ 3 എക്സംഷൻസ് ഒന്ന് ഓർത്തിരിക്കുക. നമുക്ക് തിരിച്ചുകൂടെ വരാം. പാസഞ്ചർ, ഒറിജിൻ കൺട്രി. ഇനി
GFA. ഇതാണ് GFA എന്ന് പറഞ്ഞാൽ ജനറൽ ഫ്രീ അലവൻസ്. ഓക്കെ, അതാണ് എന്താണ് ജനറൽ ഫ്രീ അലവൻസ്, അല്ലെങ്കിൽ ഇതിന് ചിലപ്പോൾ ഡ്യൂട്ടി ഫ്രീ എന്ന് പറയും. ഡ്യൂട്ടി ഫ്രീ അലവൻസ്, എന്തുമാത്രം അലവൻസ് കിട്ടും ഡ്യൂട്ടി ഫ്രീ ആയിട്ട്, നിങ്ങൾക്ക് ഡ്യൂട്ടി ഫ്രീ ആയിട്ട് കൊണ്ടുവരാൻ പറ്റും എന്ന് പറയില്ലേ, എത്ര വരെ നിങ്ങൾക്ക് ഡ്യൂട്ടി ഫ്രീ ആയിട്ട് കൊണ്ടുവരാൻ പറ്റും, അതാണ് ജനറൽ ഫ്രീ അലവൻസ്. ഇപ്പൊ നിങ്ങൾ സിഗരറ്റ് കൊണ്ടുവരികയാണ്, 100 സിഗരറ്റ് വരെ നിങ്ങൾക്ക് ജനറൽ ഫ്രീ അലവൻസ് കിട്ടും, നിങ്ങൾക്ക് ഡ്യൂട്ടി ഫ്രീ ആയിട്ട് കൊണ്ടുവരാം. അതാണ് ജനറൽ ഫ്രീ അലവൻസ് എന്ന് പറയുന്നത്. ഡ്യൂട്ടി ഫ്രീ എന്ന് പറഞ്ഞാൽ ഒട്ടും ഡ്യൂട്ടി കൊടുക്കണ്ട എന്നുള്ളതല്ല, 38% കൊടുക്കണം. ആ 38% അതാണ് അതെന്താന്നുള്ളത് ഞാൻ ഈ ടേബിൾ വരച്ചു കഴിയുമ്പോൾ മനസ്സിലാവും എന്താണ് ജനറൽ ഫ്രീ അലവൻസ്. ഇപ്പൊ ഇവിടെ ഒറിജിൻ ഓഫ് കൺട്രിയെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. താഴെ ഞാൻ എഴുതുന്നത് NBM. N എന്ന് പറഞ്ഞാൽ നേപ്പാൾ, B എന്ന് പറഞ്ഞാൽ ഭൂട്ടാൻ, M എന്ന് പറഞ്ഞാൽ മയൻമാർ, അതായത് നമ്മുടെ പണ്ടത്തെ ബർമ. ഈ 3 രാജ്യങ്ങളിൽ നിന്ന് നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻസിഡൻസ്, ടാക്സ് ഇൻസിഡൻസ്, ഡ്യൂട്ടി അതർ ദാൻ NBM. ഇതിനെയാണ് ബാഗേജ് റൂൾസിലെ റൂൾ 3 എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ റൂൾ 4 എന്ന് പറയും. ഇതിന്റെ അകത്ത് 2 എണ്ണം. അപ്പം ആദ്യം ഞാൻ എഴുതുന്നത്, ഇപ്പൊ ഒരാൾ വരികയാണ്, അയാൾ നേപ്പാളിൽ നിന്നും ഭൂട്ടാനിൽ നിന്നും ബർമയിൽ നിന്നും അല്ല വരുന്നത്, മയന്മാറിൽ നിന്നും അല്ല വരുന്നത്. റൂൾ നമ്പർ 3 അപ്ലിക്ക. അത് എങ്ങനെയുള്ള ആളാ? പാസഞ്ചർ ഓഫ് ഇന്ത്യൻ ഒറിജിൻ. ഇന്ത്യൻ ഒറിജിൻ ആണ്. ഓക്കെ, ഇന്ത്യൻ ഒറിജിൻ ആണ്, ഇന്ത്യക്കാരനാണ്, പാസഞ്ചർ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഓർ ഫോറിനർ റിസൈഡ്. അയാൾ ശരിക്കും ഇന്ത്യൻ ഒറിജിൻ അല്ല, പക്ഷെ ഫോറിനർ ആണ്, പക്ഷെ അയാൾ ഇന്ത്യയിൽ താമസിക്കുകയായിരുന്നു. റിസൈഡിങ് ഇൻ ഇന്ത്യ. പിന്നെ എക്സ്ക്ലൂഡിങ് ഇൻഫൻസ്. കുട്ടികൾക്ക് പറ്റില്ല, കുട്ടികളെ പാസഞ്ചർ ആയിട്ട് എടുക്കില്ല. അപ്പൊ നമ്മൾ പറയണം ആരാണ് ഇൻഫന്റ് എന്ന് പറയുന്നത്. ഇൻഫന്റ് എന്ന് പറഞ്ഞാൽ ബാഗേജ് റൂൾസിൽ, കസ്റ്റംസിന്റെ ഇതിൽ പ്രകാരം ഇൻഫന്റ് എന്ന് പറഞ്ഞാൽ ചൈൽഡ് നോട്ട് മോർ ദാൻ എത്ര ഇയേഴ്സ് എന്നറിയാം? 2 years. 2 വയസ്സോ അതിന് താഴെയോ ഉള്ളവരെയാണ് ഇൻഫന്റ് എന്ന് ബാഗേജ് പ്രൊവിഷൻസിൽ പറയുന്നത്. ഇതിലല്ലേ 2 വയസ്സോ 2 വയസ്സിന് താഴെയുള്ളതാണെങ്കിൽ ഇൻഫന്റ് ആണ് ആസ് പെർ ബാഗേജ് റൂൾസ്. ഇൻഫന്റ്സിന് ഇത് ആപ്ലിക്കബിൾ അല്ല. അപ്പൊ എങ്ങനത്തെ ഉള്ള ആളായിരിക്കണം? അയാൾ ഇന്ത്യൻ ഒറിജിൻ ആയിരിക്കണം, അല്ലെങ്കിൽ ഫോറിനർ ആവാം, റിസൈഡിങ് ഇൻ ഇന്ത്യ, ഓർഡിനറിലി റിസൈഡിങ് ഇൻ ഇന്ത്യ. എന്താണ് ഈ ഓർഡിനറിലി റിസൈഡിങ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് നമ്മൾ മറ്റേതിൽ പഠിച്ചാൽ 6 months വരെ, അതാണ് 6 months എങ്കിലും അയാൾ ഇവിടെ താമസിച്ചിരിക്കണം, അതാണ് ഓർഡിനറി റെസിഡന്റ്. അപ്പൊ ഫോറിനർ ഓർഡിനറി റിസൈഡിങ് ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ പാസഞ്ചർ ഓഫ് ഇന്ത്യൻ ഒറിജിൻ, അയാൾ പുറമെ നിന്ന് വരികയാണ്, ഇന്ത്യൻ ഒറിജിൻ പാസഞ്ചർ വരും. ഇവർക്ക് പക്ഷെ വരുന്നത് നേപ്പാൾ, ഭൂട്ടാൻ, ബർമേന്നല്ല. അപ്പൊ നമുക്ക് വേണമെങ്കിൽ സ്റ്റേറ്റ്സ് എടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് അലവബിൾ ആയിട്ടുള്ള ഡ്യൂട്ടി ഫ്രീ എത്ര വെച്ചാൽ 50,000 രൂപയാണ്. 50,000 rupees വരെ അയാൾക്ക് ജനറൽ ഫ്രീ അലവൻസ് കിട്ടും. അതാണ് GFA എന്ന് പറയുന്നത്. ജനറൽ ഫ്രീ അലവൻസ് ഫോർ എ പാസഞ്ചർ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഓർ ഫോറിനർ റിസൈഡിങ് ഇൻ ഇന്ത്യ എക്സ്ക്ലൂഡിങ് ഇൻഫൻസ്. ഇൻഫൻസിനെ ഒഴിവാക്കുക, ഇൻഫൻസിന് ഡ്യൂട്ടി ഒന്നും, ഇൻഫൻസിന് ഒരു എക്സംഷനും കിട്ടില്ല. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ഈ കുട്ടികളുടെ മേത്ത് കുറെ സ്വർണ്ണമൊക്കെ ഇടിച്ച് കൊണ്ടുവരും. അതുകൊണ്ട് കുട്ടികളത് കംപ്ലീറ്റ്, കുട്ടികൾക്ക് ആകെ അവൈലബിൾ ആയിട്ടുള്ള യൂസ്ഡ് പേഴ്സണൽ ഇഫക്റ്റാണ്. അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ, അത് മാത്രമേ കുട്ടികൾക്ക് പറ്റുള്ളൂ. യൂസ്ഡ് പേഴ്സണൽ ഇഫക്ട്സ് ആണ് അവർക്ക് പറ്റുന്നത്, അതല്ലാത്തതൊന്നും കുട്ടികൾക്ക് പറ്റില്ല. അപ്പം അയാൾ വരുന്നത് നേപ്പാൾ, ഭൂട്ടാൻ, മയൻമാറിനല്ലാത്ത വേറൊരു രാജ്യത്തു നിന്നാണ് അയാൾ വരുന്നതെങ്കിൽ അയാൾക്ക് കിട്ടുന്ന ജനറൽ ഫ്രീ അലവൻസ് ആണ് 50,000. ഇനി സപ്പോസ് എ ടൂറിസ്റ്റ് ഓഫ് ഫോറിൻ ഒറിജിൻ. ഇപ്പൊ നമ്മൾ മുകളിൽ പറഞ്ഞത് ഇന്ത്യൻ ഒറിജിൻ, ഒരു ഫോറിൻ ഒറിജിൻ, ഒരു അമേരിക്കക്കാരൻ ഇന്ത്യയിലേക്ക് വരികയാണ്, അയാൾ ഫോറിൻ ഒറിജിൻ ആണ്. അവിടെയും എക്സ്ക്ലൂഡിങ് ഇൻഫൻസിന് ബാധകമല്ല കേട്ടോ. ഒരു അമേരിക്കക്കാരൻ ഒരു ടൂറിസ്റ്റ് ആയിട്ട് വരികയാണ് ഇന്ത്യയിലേക്ക്. അപ്പൊ അയാളെ കസ്റ്റംസ് പോർട്ടിന്റെ അവിടെ എത്തി. അപ്പൊ അയാൾക്ക് എന്തുമാത്രം സാധനങ്ങൾ അയാൾക്ക് ജനറൽ ഫ്രീ അലവൻസ് കിട്ടുന്നത് 15,000, 15,000 വരെ. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് കേസ് എടുക്കാം. സെക്കൻഡ് കേസ് ആണ്, ഇനി വരുന്ന ആള് നേപ്പാൾ, ഭൂട്ടാൻ, മയൻമാറിന്ന് വരിക. അവിടുന്ന് നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള ഒരു നേപ്പാൾ, ഭൂട്ടാൻ, ബർമ ഇന്ത്യയിലേക്ക് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? ലാൻഡ് വഴിയാണ് കണക്ട് ചെയ്യുന്നത്. അതായത് ലാൻഡ്, അപ്പൊ അമേരിക്കയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ലാൻഡ് വഴി വരാൻ പറ്റില്ലല്ലോ. പക്ഷെ നേപ്പാൾ, ഭൂട്ടാൻ, മയൻമാറിൽ നിന്ന് നമുക്ക് ലാൻഡ് വഴി വരാം. അങ്ങനെ ഈ പറഞ്ഞ ഈ കാറ്റഗറി ഉണ്ടല്ലോ, ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇതിനെ ഞാൻ A എന്ന് വിളിക്കുകയാണ്, ഇതിനെ ഞാൻ B എന്ന് വിളിക്കുകയാണെങ്കിൽ ഇവിടെ ഉള്ളത് A ആണ്, ഇവിടെ ഉള്ളത് B ആണ്. ഡിറ്റോ ആണ്, ഇതങ്ങ് കോപ്പി ചെയ്താൽ മതി.
അപ്പം ഞാനത് വീണ്ടും എഴുതുന്നില്ല. അതായത് ഒരാൾ വരികയാണ്, അയാൾ പാസഞ്ചർ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ആണ്, അല്ലെങ്കിൽ ഫോറിനർ റിസൈഡിങ് ഇൻ ഇന്ത്യ ആണ് എക്സ്ക്ലൂഡിങ് ഇൻഫന്റ്, പക്ഷെ അയാൾ വരുന്നത് നേപ്പാളിന്നോ ഭൂട്ടാനിന്നോ മയന്മാറിന്നോ ആണെങ്കിൽ അത് ലാൻഡ് വഴിയാണ് വരുന്നതെന്ന് വിചാരിക്കും. ലാൻഡ് വഴിയാണെങ്കിൽ അയാൾക്ക് ഒരു ജനറൽ ഫ്രീ എക്സംഷനും ഇല്ല, നില്ല. ഇനി വേറെ ഏത് മാർഗത്തിലൂടെ വരാൻ പറ്റുക നേപ്പാൾ ഭൂട്ടാൻ മയന്മാറിന്? കാരണം അത് ലാൻഡ് ആണല്ലോ അവിടെ, എയർ വഴി വരാം. എയർ വഴി വരിക എന്നുണ്ടെങ്കിൽ അയാൾക്ക് 15,000 രൂപ പെൻഷൻ. ഓക്കെ. ഇനി ഒരു ഫോറിനർ ആണ്, ഫോറിനർ ഓഫ് ടൂറിസ്റ്റ് ഓഫ് ഫോറിൻ ഒറിജിൻ, ഒരു ടൂറിസ്റ്റ് ആണ്, ഫോറിൻ ഒറിജിൻ ആണ്, അയാൾ നേപ്പാളിൽ നിന്ന് വരിക. നേപ്പാളിൽ നിന്ന് വരിക എന്നുണ്ടെങ്കിൽ അയാൾ ലാൻഡ് വഴി വരികയാണെങ്കിൽ അയാൾക്ക് നില്ലാണ്. അയാൾ ഇനി എയർ വഴി വരികയാണെങ്കിൽ 15,000. അപ്പൊ രണ്ട് കാറ്റഗറിക്കും 15,000. ടൂറിസ്റ്റ് ആണെങ്കിലും, ടൂറിസ്റ്റ് ഓഫ് ഫോറിൻ ഒറിജിൻ ആണെങ്കിലും ശരി, പാസഞ്ചർ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ആണെങ്കിലും ശരി, നേപ്പാളോ ഭൂട്ടാനോ മയന്മാറിനോ ആണ് വരുന്നത് എങ്കിൽ 15,000 രൂപയെ കിട്ടുള്ളൂ ജനറൽ ഫ്രീ അലവൻസ്. അത്ര ഓർത്താൽ മതി. ഈ 3 സ്പെഷ്യൽ കൺട്രീസിന് വരികയാണെങ്കിൽ 15,000 മാത്രമേ ജനറൽ ഫ്രീ അലവൻസ് കിട്ടുള്ളൂ. ബൈ എയർ വരികയാണെന്നുണ്ടെങ്കിൽ അത് കിട്ടും, ലാൻഡ് വഴി വരികയാണെങ്കിൽ അതും കിട്ടില്ല. ഈ 3 രാജ്യങ്ങളല്ലാത്ത വേറെ സ്ഥലത്തു നിന്നാണ് വരുന്നത് എങ്കിൽ 50,000 കിട്ടും. പാസഞ്ചർ ഓഫ് ഇന്ത്യൻ ഒറിജിൻ, പാസഞ്ചർ ഓഫ് ഇന്ത്യൻ ഒറിജിൻ അല്ലെങ്കിൽ റിസൈഡിങ് ഇൻ ഇന്ത്യ, ഫോറിനർ റിസൈഡിങ് ഇൻ ഇന്ത്യ എക്സ്ക്ലൂഡിങ് ഇൻഫൻസ് ആണ് 50,000 കിട്ടും. ഇനി ഫോറിൻ ഒറിജിൻ ഉള്ള ടൂറിസ്റ്റ് ആണ് 15,000 രൂപ. ഓക്കെ. ഇനി ഇൻഫന്റ്. ഓക്കെ. ഇൻഫന്റ് എന്ന് പറഞ്ഞാൽ ഇൻഫന്റ് എവിടുന്ന് വന്നാലും ശരി, ഏത് കൺട്രിയിൽ നിന്ന് വരികയാണെങ്കിലും ശരി, അവർക്കൊന്നുമില്ല, കുട്ടികൾക്കൊന്നുമില്ല. ഇൻഫന്റ് എന്ന് പറഞ്ഞാൽ 2 വയസ്സോ അതിന് താഴെയുള്ള കുട്ടികൾ ഏത് രാജ്യത്തു നിന്ന് വന്നു കഴിഞ്ഞാലും അവർക്ക് ജനറൽ ഫ്രീ അലവൻസ് കിട്ടില്ല. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കംപ്ലീറ്റ്നെസ് വേണ്ടിയിട്ട് ഇവിടെ എഴുതാം. എ പാസഞ്ചർ വിച്ച് ഇസ് 18 years or above, പാസഞ്ചർ 18 years or above, 18 വയസ്സോ അതിന് മുകളിലുള്ള ഒരാൾക്ക്, അയാൾ ഏത് രാജ്യത്തു നിന്ന് വരികയാണ്, എനിവർ, അയാൾക്ക് ഒരു ലാപ്ടോപ്പിന് അയാൾക്ക് ജനറൽ ഡ്യൂട്ടി ഫ്രീ കിട്ടും. അയാൾക്ക് അത് എമൗണ്ട് അല്ല, ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ നോട്ട് ബുക്ക് അയാൾക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ കൊണ്ടുവരാൻ പറ്റില്ല. ബാഗിൽ ഇട്ടുകൊണ്ട് വരുന്ന, ബാഗേജ് റൂൾസ് ആണല്ലോ, ബാഗിൽ ഇട്ടുകൊണ്ട് വരുന്ന ലാപ്ടോപ്പോ നോട്ട്ബുക്ക് മാത്രമേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഓക്കെ. ഇതാണ് അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ടത്. റൂൾ 3, റൂൾ 4. ഇതാണ് റൂൾ 3 എന്ന് പറയുന്നത്. ഇതാണ് അതർ ദാൻ നേപ്പാൾ, ഭൂട്ടാൻ, മയന്മാർ. റൂൾ 4 എന്ന് പറയുന്നത് നേപ്പാൾ, ഭൂട്ടാൻ, മയന്മാർ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമുക്ക് റൂൾ 5 എന്താന്ന് നോക്കാം. റൂൾ 5 പറയുന്നത് ജ്വല്ലറീസിനാണ്. ജ്വല്ലറീസിന് പ്രത്യേകമായിട്ടുള്ള റൂളാണ്, നമ്മൾ എങ്ങനെ സ്വർണം കൊണ്ടുവരാം എന്നുള്ളത്. ഓക്കെ. അതാണ് റൂൾ 5. ഇവിടെ ആദ്യത്തെ കണ്ടീഷൻ, ഇതിനൊരു കണ്ടീഷനുണ്ട്. പാസഞ്ചർ ഇന്ത്യൻ പാസഞ്ചർ ആണ്, ഇന്ത്യൻ പാസഞ്ചർ, അയാള് ഹാസ് ബീൻ റിസൈഡിങ്, പുറമേന്ന് വരികയാണ്. പുറമേന്ന് വരുമ്പോൾ അയാൾ ആ പുറമേയുള്ള രാജ്യത്തിലെ റിസൈഡിങ് എബ്രോഡ്, പുറത്ത്, ഇപ്പൊ സ്റ്റേറ്റ്സിൽ നിന്ന് ഒരാൾ വരികയാണെങ്കിൽ അയാൾ സ്റ്റേറ്റ്സിൽ 1 വർഷമെങ്കിലും, ഒരു വർഷത്തിൽ ഫോർ ഓവർ 1 year, 1 വർഷത്തിൽ കൂടുതൽ അവിടെ ഉണ്ടായിരുന്നിരിക്കണം. അപ്പോഴേ ഈ പറയാൻ പോകുന്ന റൂൾ 5 ആപ്ലിക്കബിൾ ആവുള്ളൂ. അതായത് ഇപ്പൊ ഞാൻ സ്റ്റേറ്റ്സിൽ പോയി 6 മാസം കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് തിരിച്ചു വരികയാണ്. അപ്പൊ എൻ്റെ കുറച്ച് സ്വർണ്ണമുണ്ട്, ജുവല്ലറി. ഓക്കെ. ഇതിനെ ജുവല്ലറി അലവൻസ് ആണ് പേര്. ഓക്കെ. ജുവല്ലറി അലവൻസ് എനിക്ക് അപ്ലിക്കബിൾ ആവില്ല. റൂൾ 5 which talks about jewelry allowance will not be applicable to me if I am returning from US after 6 months. ഞാൻ അമേരിക്കയിലേക്ക് പോയി 6 മാസം അവിടെ നിന്ന് തിരിച്ചു വരികയാണ്, ഇത് ആപ്ലിക്കബിൾ അല്ല. പക്ഷെ ഞാൻ അമേരിക്കയിലേക്ക് പോയി 1 വർഷം 1 മാസം നിന്നിട്ട് ഞാൻ തിരിച്ചു വരികയാണ്, അങ്ങനെയാണെങ്കിൽ ഈ റൂൾ 5 ആപ്ലിക്കബിൾ ആവും. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ, ഫോർ ഓവർ 1 year. ഓക്കെ. ഇനി ജെന്റിൽമാൻ, അതായത് ആണുങ്ങൾക്ക് വേറെ റൂളാണ്, പെണ്ണുങ്ങൾക്ക് വേറെ റൂളാണ്. ഫീമെയിൽ ആണുങ്ങൾക്കാണെങ്കിൽ 20 ഗ്രാം വരെ കൊണ്ടുവരാൻ പറ്റും. 20 ഗ്രാം വിത്ത് എ വാല്യൂ ക്യാപ്, ഒന്നെങ്കിൽ 20 ഗ്രാം. ഇനി ഒരു വാല്യൂ ക്യാപ്പും കൂടെ കൊടുത്തിട്ടുണ്ട്, 50,000 രൂപ. 50,000 രൂപ വരെ പറ്റും. ഇനി ഫീമെയിൽ ആണെങ്കിൽ 40 ഗ്രാം. ലേഡീസ് കൂടുതൽ ഗോൾഡ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് അവർക്ക് 40 ഗ്രാം വരെ കൊണ്ടുവരാം വിത്ത് എ വാല്യൂ ക്യാപ്പ് ഓഫ് 1,00,000 രൂപ. ഓക്കെ. ഇത് ഓർക്കരുത്. ഇതാണ് റൂൾ 5 ഓഫ് ബാഗേജ് റൂൾസ്.
അപ്പൊ നിങ്ങൾ അമേരിക്കയിലേക്ക് പോയി, നിങ്ങൾ അവിടെ 1 വർഷം 2 മാസം നിന്നു, നിങ്ങൾ തിരിച്ചു വരികയാണ്, നിങ്ങൾക്ക് 40 ഗ്രാം വരെ നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും വിത്ത് എ വാല്യൂ ക്യാപ്പ്. അതുവരെ നിങ്ങൾക്ക് അലവൻസ് കിട്ടും. ഓക്കെ, അതാണ് റൂൾ 5. ഇനി റൂൾ 6. റൂൾ 6 എന്ന് പറയുന്നത്, റൂൾ 6 നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, അത് ഇപ്പൊ ഒരു പാസഞ്ചർ ട്രാൻസ്ഫറിങ് റെസിഡൻസ്, നിങ്ങൾ കുറെ കാലമായിട്ട് അവിടെ, നിങ്ങൾ കുറച്ച് കാലമായിട്ട് അമേരിക്കയിൽ നിന്നു, എന്നിട്ട് നിങ്ങൾ അവിടുന്ന് തിരിച്ചു വരിക, യു ആർ ട്രാൻസ്ഫറിങ്, നിങ്ങൾക്കൊരു ജോബ് അവിടെ കിട്ടിയിട്ട് പോയി, നിങ്ങൾ അവിടെ താമസിച്ച് നിങ്ങൾ തിരിച്ചു വരിക, ട്രാൻസ്ഫറിങ് റെസിഡൻസ് ടു ഇന്ത്യ. അപ്പൊ നിങ്ങളുടെ അടുത്ത് കുറെ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, നിങ്ങൾ അവിടെ താമസിക്കുന്ന സമയത്ത് നിങ്ങൾ ഉപയോഗിച്ച ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും, അതിനെയാണ് ഹൗസ് ഹോൾഡ് ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ആ ഹൗസ് ഹോൾഡ് ആർട്ടിക്കിൾസ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും ഇന്ത്യയിലേക്ക്. അതിന് നിങ്ങൾക്ക് യു ആർ എൻടൈറ്റിൽഡ് ടു ബ്രിങ് ദാറ്റ്. അത് എങ്ങനെയാണെന്നുള്ളത്, അപ്പൊ നിങ്ങൾ 3 മാസം തൊട്ട് 6 മാസം വരെ നിങ്ങൾ അമേരിക്കയിൽ നിന്നിട്ട് നിങ്ങൾ തിരിച്ചു വരിക. അപ്പൊ നിങ്ങൾക്ക് 60,000 രൂപ വരെയുള്ള സാധനം കൊണ്ടുവരാൻ പറ്റും. അപ് ടു ഹൗസ് ഹോൾഡ് ആർട്ടിക്കിൾസ് ആയിരിക്കണം. ഇത് ഫ്രീ ഓഫ് ഡ്യൂട്ടി ആണ്, ഫ്രീ ഓഫ് ഡ്യൂട്ടി. നിങ്ങൾക്ക് ഒരു ഡ്യൂട്ടിയും കൊടുക്കാതെ നിങ്ങൾക്ക്, അതാണ് റൂൾ 6 പറയുന്നത്. ഇനി നിങ്ങൾ 6 മാസം തൊട്ട് 1 വർഷം വരെ ഉണ്ടായിരുന്നു, അപ്പൊ നിങ്ങൾക്ക് 1 ലക്ഷം വരെയുള്ള ഇത് കൊണ്ടുവരാൻ പറ്റും. പിന്നെ മോർ ദാൻ മിനിമം 1 ഇയർ, അതായത് മിനിമം 1 ഇയർ ഉണ്ടായിരിക്കണം, മിനിമം 1 ഇയർ. അങ്ങനെയാണെങ്കിൽ 2 lakhs ആണ്. 1 to 2 year കേട്ടോ, 1 to 2 years. പിന്നെ മോർ ദാൻ 2 years, മിനിമം 2 years ഓർ മോർ. 2 വർഷമോ അതിൽ കൂടുതലോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 ലക്ഷം വരെ സാധനങ്ങൾ, ഹൗസ് ഹോൾഡ് ആർട്ടിക്കിൾസ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഈ അവസാനത്തെ 2 കേസിൽ ഒരു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ബെനിഫിറ്റ് നമ്മൾ ലാസ്റ്റ് 3 years, അതായത് പ്രീസീഡിങ് 3 years should not have claimed. ഈ 2 കേസിൽ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതായത് 1 വർഷം മുതൽ 2 വർഷം വരെ നിൽക്കുമ്പോൾ, 1 വർഷം മുതൽ 2 വർഷം വരെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 lakhs വരെ ഡ്യൂട്ടി ഫ്രീ ആയിട്ട് കൊണ്ടുവരാം. പക്ഷെ കഴിഞ്ഞ 3 വർഷത്തിൽ അത് ക്ലെയിം ചെയ്തിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മളിപ്പോ പോവും, എന്നിട്ട് അവിടെ 1 വർഷം 1 മാസം നിന്നിട്ട് 2 ലക്ഷം രൂപയുടെ ഡ്യൂട്ടി ഫ്രീ കൊണ്ടുവന്നു, പിന്നെ കുറച്ച് കഴിഞ്ഞ് വീണ്ടും പോയി വീണ്ടും അവിടെ 1 വർഷം നിന്ന്, അങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ടാണ് അത്. കാരണം അതൊരു ചെക്ക് വെച്ചിരിക്കുക ആൾക്കാർ, അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുന്ന സമയത്ത് ഈ 2 ലക്ഷം രൂപയുടെ സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് കടത്തും. അപ്പൊ അതിന് വേണ്ടി ഒരു ചെക്ക് വെച്ചിരിക്കുന്നത്, ഒരിക്കൽ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത 3 വർഷം വരെ അത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അതാണ് അതിൻ്റെ അകത്ത് ഒരു ഇത്. പിന്നെ ഇപ്പൊ 2 വർഷം എന്ന് പറഞ്ഞതിൽ പിന്നെ വേറൊരു കണ്ടീഷൻ കൂടെ ഉണ്ട് അതിൻ്റെ അകത്ത്. ACDC എന്ന് പറഞ്ഞാൽ അസിസ്റ്റന്റ് കമ്മീഷണർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് കസ്റ്റംസ്, അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഷോർട്ട് ഫോൾ ഓഫ് 2 months വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. 2 months കൺട്രോൾ ചെയ്യാനാണ്. ഇപ്പം 2 വർഷം വരെ, 2 വർഷമോ അതിൽ കൂടുതലോ എന്നല്ലേ പറഞ്ഞത്. ഇപ്പൊ സപ്പോസ് ഞാൻ 1 വർഷം 10 മാസം നിന്നിട്ട് വരാന്ന് പറയും വിചാരിക്കുക. അപ്പൊ ഞാനൊരു 5 ലക്ഷം രൂപയുടെ, അപ്പൊ എനിക്ക് വേണമെങ്കിൽ ഈ അസിസ്റ്റന്റ് കമ്മീഷണർ വേണമെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ എനിക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ, അതായത് എനിക്ക് വെക്കേഷൻ ആണ്, ഞാൻ എന്റെ ലീവ് എടുത്തിട്ടാണ് വരുന്നത്. അതായത് 1 വർഷം 2 മാസം 10 മാസം കഴിഞ്ഞു, അടുത്ത 2 മാസം ഞാൻ ലീവാണ് ശരിക്ക് അവിടെ, ആ ലീവ് അവൈൽ ചെയ്തിട്ടാണ് ഞാൻ വരുന്നത് എന്ന് അയാളെ കൺഫേം ചെയ്യാൻ, അയാളെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ പെർമിഷനോട് കൂടി ഞങ്ങൾക്ക് വേണമെങ്കിൽ ഷോർട്ട് ഫോൾ ഓഫ് 2 months അയാൾക്ക് വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പം വേറൊരു പോയിന്റ് കൂടെ അതിന്റെ ശ്രദ്ധിക്കും. ഒന്ന് ഈ പ്രീസീഡിങ് 3 years, പിന്നെ കൺട്രോൾ ചെയ്യുന്ന ACDC. പിന്നെ മൂന്നാമത്തെ ഒരു പോയിന്റ് അതിന്റെ ശ്രദ്ധിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഇപ്പൊ 2 വർഷമായിട്ട് ഞാൻ അമേരിക്കയിലായിരുന്നു. അപ്പൊ 2 വർഷം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരികയാണ്. അപ്പൊ എനിക്ക് 5 ലക്ഷം വരെ എനിക്ക് ഡ്യൂട്ടി ഫ്രീ ആയിട്ട് കൊണ്ടുവരാൻ പറ്റുമല്ലോ. പക്ഷെ ഈ കഴിഞ്ഞ 2 വർഷം ഇതിന്റെ ഉള്ളിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇന്ത്യയിൽ വന്നു പോയിരുന്നു എന്ന് വിചാരിക്കുക. ആ ഷോർട്ട് സ്റ്റേ എന്ന് പറയുന്നത് ഷോർട്ട് സ്റ്റേ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 months ആയിരിക്കണം. അതിന്റെ അർത്ഥം എന്താ? അതായത് ഞാനിപ്പോ ഇന്ന്
വരികയാണ്. എന്നിട്ട് ഞാൻ ക്ലെയിം ചെയ്യണം, എനിക്ക് 5 ലക്ഷം രൂപയുടെ സാധനങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, ഇതെനിക്ക് ഡ്യൂട്ടി ഫ്രീ ആണ്. എന്നിട്ട് ഞാൻ പറയാം, അപ്പൊ ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് അമേരിക്കയിൽ ഉണ്ടായിരുന്നു എന്ന് നോക്കും. സ്റ്റേറ്റ്സ് 2 വർഷം ഉണ്ടായിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ കഴിഞ്ഞ 2 വർഷത്തിന്റെ ഉള്ളിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇന്ത്യയിൽ വന്നു പോയിട്ടുണ്ട്. ആ ഷോർട്ട് സ്റ്റേസ് എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അത് 6 മാസത്തിൽ കൂടുതലായിരിക്കരുത്. 6 മാസത്തിൽ കുറവായിരിക്കും, 6 അതിൽ കുറവായിരിക്കണം. അല്ലെങ്കിൽ ഞാനിപ്പം 2 വർഷം മുമ്പ് അമേരിക്കയിലേക്ക് പോയി, എന്നിട്ട് അവിടുന്ന് 1 മാസം കഴിഞ്ഞ് തിരിച്ചു വന്നു, എന്നിട്ട് ഞാനൊരു 8 മാസം ഇവിടെ നിന്നു, എന്നിട്ട് തിരിച്ചു പോയി, എന്നിട്ട് 2 വർഷം കഴിഞ്ഞിട്ട് വരുന്ന സമയത്തൊന്നും അത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അതായത് ഞാൻ ഏത് 2 വർഷമാണോ ഞാൻ കസ്റ്റംസ് ഓഫീസർക്ക് കാണിക്കുന്ന, കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ സ്റ്റേറ്റ്സിലായിരുന്നു, അതുകൊണ്ട് എനിക്ക് 5 ലക്ഷം രൂപയുടെ ഡ്യൂട്ടി ഫ്രീ അലവൻസിന് ഞാൻ എലിജിബിൾ ആണെന്ന് പറയുന്ന സമയത്ത് കസ്റ്റംസ് ഓഫീസർക്ക് മനസ്സിലാക്കി കൊടുക്കണം, കഴിഞ്ഞ 2 വർഷം ഞാൻ ഇന്ത്യയിൽ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടുണ്ടെങ്കിലും ആ ഷോർട്ട് സ്റ്റേ എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ പോലും അത് 6 മാസത്തിൽ കൂടില്ല എന്നുള്ളത് അയാളെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കണം. അപ്പോൾ മാത്രമേ ഈ ഒരു അലവൻസ് കിട്ടുള്ളൂ. ഓക്കെ, അതാണ് റൂൾ 6. അപ്പം നിങ്ങൾ പെർമനന്റ് ആയിട്ട് ട്രാൻസ്ഫറിങ് റെസിഡൻസ് ആണ് റൂൾ 6. അപ്പൊ 3ഉം 4ഉം എന്തായിരുന്നു? 3 എന്ന് പറഞ്ഞാൽ അതർ ദാൻ നേപ്പാൾ, ഭൂട്ടാൻ, ബർമ. 4 എന്ന് പറയുന്നത് നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ വരുന്നത്. ഓക്കെ. 5 എന്തായിരുന്നു? ജ്വല്ലറി അലവൻസ്. ആണുങ്ങളാണെങ്കിൽ 20, വാല്യൂ ക്യാപ്പ് 50,000. പെണ്ണുങ്ങളാണെങ്കിൽ 40 ഗ്രാം, വാല്യൂ ക്യാപ്പ് 1 lakh. അത് കഴിഞ്ഞ് റൂൾ 6 എന്താണ്? നിങ്ങൾ ട്രാൻസ്ഫർ ഓഫ് റെസിഡൻസ് തന്നെ മാറ്റുകയാണ്. 3 തൊട്ട് 6 മാസം വരെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 60,000. 6 മാസം തൊട്ട് 1 ഇയർ ആണെങ്കിൽ 1 ലക്ഷം. 1 ഇയർ ടു 2 ഇയർ ആണെങ്കിൽ 2 lakhs. 2 ഇയർ ഓർ മോർ 5 lakhs. പക്ഷേ 2 ഇയർ ഓർ മോർ വരുമ്പോൾ കഴിഞ്ഞ പ്രീസീഡിങ് 3 ഇയേഴ്സിൽ ഇത് ക്ലെയിം ചെയ്തിട്ടുണ്ടായിരിക്കും. ഓരോ 3 വർഷം കഴിഞ്ഞാലേ മാത്രമേ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ACDC, അസിസ്റ്റന്റ് കമ്മീഷണർക്കോ ഡെപ്യൂട്ടി കമ്മീഷണർക്കോ വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാം. ഷോർട്ട് സ്റ്റേ എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 6 മന്ത്സിൽ കൂടുതൽ വരരുത്. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ റൂൾ 6. ഇനി ഒരു സെക്ഷനും കൂടെ ഞാൻ പറഞ്ഞിട്ട്, അതായത് ഒരു സെക്ഷൻ 80 ഉണ്ട്, അതെന്താന്ന് കൂടെ പറഞ്ഞുതരാം. സെക്ഷൻ 80 ഓഫ് കസ്റ്റംസ് ആക്ട്. ഇത് ടെമ്പററി ഡിറ്റൻഷനെ പറ്റിയാണ് പറയാം. ഇപ്പൊ നിങ്ങൾ പുറത്തുനിന്ന് വരികയാണ്, അപ്പോൾ നിങ്ങളുടെ അടുത്ത് കുറച്ച് ഡ്യൂട്ടിയബിൾ ആയിട്ടുള്ള ഗുഡ്സ് ഉണ്ട്. ഡ്യൂട്ടിയബിൾ ഗുഡ്സ് ആയിട്ടാണ് നിങ്ങൾ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിപ്പോ നിങ്ങൾക്ക് എന്താ പറയാ, നിങ്ങൾക്ക് ബോംബെയിലേക്ക് വന്നു, നിങ്ങൾക്ക് ബോംബെയിൽ ഒരു 10 ദിവസം നിന്നിട്ട് നിങ്ങൾക്ക് ചൈനയിലേക്ക് പോകണം നിൽക്കുക. നിങ്ങൾ സ്റ്റേറ്റ്സിൽ നിന്നാണ് വരുന്നത്, നിങ്ങളുടെ കയ്യിൽ ഒരു ബാഗേജ് ഉണ്ട്, ആ ബാഗേജിൽ കുറെ ഡ്യൂട്ടിയബിൾ ഐറ്റംസ് ഉണ്ട്. അത് അകത്തേക്ക് നിങ്ങൾ ഇന്ത്യയിലേക്ക് കയറ്റി കഴിഞ്ഞാൽ കസ്റ്റംസ് സ്റ്റേഷനിൽ നിന്ന് ക്ലിയർ ചെയ്ത് പുറത്തേക്ക് വന്നാലല്ലേ ഡ്യൂട്ടി കൊടുക്കണ്ടു. അവിടെയാണല്ലോ ഇത് ശരിക്കും ടാക്സബിൾ ഇവന്റ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് ബോംബെയിൽ വരണം, 10 ദിവസം ബോംബെയിൽ എന്തോ പണിയുണ്ട്, ആ പണി കഴിഞ്ഞ് നിങ്ങൾ തിരിച്ച് ബോംബെ എയർപോർട്ടിലേക്ക് പെയർ വഴിയാണ് വന്നതെന്ന് വിചാരിക്കുക. എയർപോർട്ടിലേക്ക് തന്നെ നിങ്ങൾ തിരിച്ചു വന്ന് നിങ്ങൾ അവിടുന്ന് ചൈനയിലേക്ക് പോവുക. അപ്പൊ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് ഈ ബാഗേജ് വേണമെങ്കിൽ കസ്റ്റംസ് ഓഫീസിൽ ലീവ് ചെയ്യാൻ പറ്റും. അതാണ് ടെമ്പററി ഡിറ്റൻഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീറ്റെയിൻ ചെയ്യിക്കാൻ പറ്റും. അപ്പൊ കസ്റ്റംസ് ഓഫീസർ പറയാം, നിങ്ങൾ ഇത് ഇവിടുന്ന് ക്ലിയർ ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും ഡ്യൂട്ടി കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് കസ്റ്റംസ് ഓഫീസർ എടുത്ത് പറയാം, നിങ്ങൾ ഈ ബാഗ് ഇവിടെ വെച്ചോളൂ, ഞാനിത് ഐ എം നോട്ട് ക്ലിയറിംഗ് ഇറ്റ്, ഞാൻ കസ്റ്റംസ് സ്റ്റേഷനിൽ പുറത്തേക്ക് കൊണ്ടുവരുന്നില്ല, നിങ്ങൾ ഇവിടെ വെച്ചോളൂ, ഞാൻ തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ 10 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഈ എയർപോർട്ടിലേക്ക് വഴി ഞാൻ ചൈനയിലേക്ക് പോകും, അപ്പോൾ ഞാൻ കളക്ട് ചെയ്തോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് അത് കൊടുക്കാൻ പറ്റും. അതാണ് കസ്റ്റംസ് ഓഫീസറുടെ റിക്വസ്റ്റ് ഓഫ് ദ പാസഞ്ചർ. അതിനാണ് പ്രോപ്പർ ഓഫീസർക്ക് ഒരു അതോറിറ്റി ഉണ്ട്. അപ്പൊ പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഡിക്ലെയർ ചെയ്യണം, അതായത് ഈ ബാഗേജിന്റെ അകത്ത് ഡ്യൂട്ടിയബിൾ ആയിട്ടുള്ള ആർട്ടിക്കിൾ ഉണ്ട്. പക്ഷെ എന്നിട്ട് അയാൾ വേറൊരു കാര്യം കൂടെ ഡിക്ലെയർ ചെയ്യണം, ഇതിന്റെ ഇമ്പോർട്ട് ഇന്ത്യയിൽ പ്രോഹിബിറ്റ് ചെയ്ത ആർട്ടിക്കിൾ അല്ല എന്നുള്ളൊരു ട്രൂ ആൻഡ് ഫുൾ ഡിക്ലറേഷൻ അയാൾ ചെയ്തു കഴിഞ്ഞാൽ, അത്രയും കാര്യങ്ങൾ ചെയ്യണം. ഇത് പ്രോഹിബിറ്റഡ് ആയിട്ടുള്ള ഒരു ഗുഡ്സും അല്ല, ഇതിന്റെ അത് ഡ്യൂട്ടിയബിൾ ആയിട്ടുള്ള ഗുഡ്സ് ഉണ്ട്, ഇതിന്റെ ട്രൂ ഡിക്ലറേഷൻ പ്രോപ്പർ ഓഫീസർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം ആ പാസഞ്ചർ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർ ഓഫീസർക്ക് അത് ഡീറ്റെയിൻ ചെയ്യാൻ പറ്റും. എന്തിനാ ഡീറ്റെയിൻ ചെയ്യുന്നത്? ഫോർ ദ പർപ്പസ് ഓഫ് റിട്ടേണിങ് ഇറ്റ്. അത് തിരിച്ചു കൊടുക്കും. ഇപ്പൊ അയാൾ തിരിച്ച് ഇന്ത്യ ലീവ് ചെയ്ത് അയാൾ പോകുന്ന സമയത്ത് അയാൾക്ക് അത് തിരിച്ചു കൊടുക്കും. ഈ പ്രോപ്പർ ഓഫീസർ ഈ ആർട്ടിക്കിൾ, ഈ ബാഗേജ് തിരിച്ചു കൊടുക്കും. ഇനിയിപ്പോ അഥവാ സപ്പോസ് അയാൾ ഇന്ത്യയിലേക്ക് വന്നു എന്ന് വെക്കുക, ഇന്ത്യയിലേക്ക് വന്നിട്ട് അയാൾ ബോംബെ വഴി നേരെ ഡൽഹിക്ക് പോയി, എന്നിട്ട് ഡൽഹി എയർപോർട്ട് വഴി അയാൾ ചൈനയ്ക്ക് പോയി നിൽക്കുക, അയാൾക്ക് തിരിച്ച് ബോംബെയിലേക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ വേണമെങ്കിൽ അയാൾക്ക് പ്രോപ്പർ ഓഫീസറെ അറിയിക്കാം, ഞാൻ ഇന്ന ആളെ ഓതറൈസ് ചെയ്യുന്നു, അയാൾ ബോംബെ എയർപോർട്ട് വഴി പോകുന്ന സമയത്ത് ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച ബാഗേജ്, ആ കാർഗോ അയാളെ കൈ കൊടുക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ മറ്റേയാൾക്ക് ഡൽഹിയിൽ നിന്ന് ഓതറൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതാണ് ടെമ്പററി ഡിറ്റൻഷൻ. ഒന്നുകിൽ അയാൾ തിരിച്ചു പോകുമ്പോൾ അയാൾക്ക് തന്നെ കളക്ട് ചെയ്ത് പോവാം. ഇപ്പൊ ഡ്യൂ ടു സം എമർജൻസി അയാൾ ബോംബെയിൽ നിന്ന് ഡൽഹിയിലെത്തി, ഡൽഹി വഴി അയാൾ പോവാണ്, പക്ഷെ ബാഗേജ് അയാൾ ലീവ് ചെയ്തത് ബോംബെയിലാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് വേറൊരാളെ ഓതറൈസ് ചെയ്തിട്ട് അയാൾക്ക് വേണമെങ്കിൽ അവിടെ പോയിട്ട് കസ്റ്റംസ് സ്റ്റേഷൻ റൂട്ടിലോട്ട് കയറണം.
ആ കസ്റ്റംസ് ഏരിയന്റെ ഉള്ളിലോട്ട് കയറി ആ കസ്റ്റംസ് പ്രോപ്പർ ഓഫീസറുടെ അടുത്ത് ആ ബാഗ് മേടിച്ചിട്ട് അയാൾക്ക് ഇന്ത്യ ലീവ് ചെയ്തിട്ട് മറ്റേ ആൾക്ക് അത് കൊടുക്കാൻ പറ്റും. അതാണ് സെക്ഷൻ 80 പറയുന്നത്. പക്ഷെ ഇതിന്റെ അകത്ത് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ട്രൂ ആൻഡ് ഫുൾ ഡിക്ലറേഷൻ അയാൾ കൊടുത്തിരിക്കണം. പ്രോപ്പർ ഓഫീസർക്ക് അയാൾ കൊടുക്കണം. എന്താണ് അതിൻ്റെ അകത്ത് ഡ്യൂട്ടിയബിൾ ഗുഡ്സ് ഉണ്ടെന്ന് എഴുതുക. പിന്നെ നോട്ട് പ്രോഹിബിറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും അതിൻ്റെ അകത്ത് ഇല്ല എന്നുള്ളത്. അതാണ് സെക്ഷൻ 80. അപ്പോൾ ഇത്രയാണ് മെയിൻ ആയിട്ട് ബാഗേജ് റൂൾസിൽ പഠിക്കാനുള്ളത്. ഇനി ഒരു പ്രോബ്ലം ഇനിയിപ്പോൾ എന്തായാലും ഇപ്പോൾ സമയമില്ലല്ലോ. ഇനിയിപ്പോൾ പ്രോബ്ലം വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് വെച്ചിട്ട് അങ്ങ് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പം സപ്പോസ് ഇപ്പം നിങ്ങൾ ഇപ്പോൾ പുറത്തുനിന്ന് വരികയെന്ന് വെക്കുക. ഞാനത് പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ സപ്പോസ് ഒരു ചെറിയൊരു പ്രോബ്ലം ചെയ്യാം. ഞാനത് കുക്കപ്പ് ചെയ്ത് ഒരു ഉണ്ടാക്കിയെടുത്തിട്ട് ഒരു പ്രോബ്ലം. ഇപ്പം നിങ്ങൾ പുറത്തുനിന്ന് വരിക, സ്റ്റേറ്റ്സിൽ നിന്ന് വരികയാണ്, നിങ്ങൾ ഫീമെയിലാണ്. ഓക്കെ, നിങ്ങൾ പുറത്തുനിന്ന് വരികയാണ്. അപ്പം നിങ്ങൾ കുറച്ച് നമുക്ക് ജ്വല്ലറി തന്നെ എടുക്കാം. നിങ്ങളുടെ അടുത്ത് നിങ്ങൾ ജ്വല്ലറി ആയിട്ട് വരികയാണ്. ഓക്കെ, ആ ജ്വല്ലറിക്ക് 1,80,000 രൂപയാണ് എല്ലാന്ന് വിചാരിക്കുക. നിങ്ങൾ 55 ഗ്രാം ജ്വല്ലറി നിങ്ങൾ കസ്റ്റംസ് ഏരിയയിലെത്തി. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങളിപ്പോൾ കസ്റ്റംസ് ഏരിയയിലേക്ക് വന്നു നിൽക്കുക. കസ്റ്റംസ് ബോട്ടിലേക്ക് ലാൻഡ് ചെയ്തു, കസ്റ്റംസ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. നിങ്ങളുടെ ബാഗിൽ ഡ്യൂട്ടിയബിൾ ഗുഡ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ റെഡ് ചാനൽ വഴി വരണം. യു ഷുഡ് വാക്ക് ത്രൂ റെഡ് ചാനൽ. ഓക്കെ, ഡ്യൂട്ടിയബിൾ ഗുഡ്സോ അല്ലെങ്കിൽ പ്രോഹിബിറ്റഡ് ഗുഡ്സോ ഉണ്ടെങ്കിൽ നിങ്ങൾ റെഡ് ചാനൽ വഴി. ഇപ്പൊ നിങ്ങളുടെ ബാഗിൽ ഒന്നുമില്ല, ഡ്യൂട്ടിയബിൾ ഗുഡ്സ് ഒന്നുമില്ല, പ്രോഹിബിറ്റഡ് ഗുഡ്സ് ഒന്നുമില്ല, നിങ്ങൾക്ക് ഗ്രീൻ ചാനൽ വഴി വാക്ക് ചെയ്ത് പോവാം. ഓക്കെ, യു ക്യാൻ വാക്ക് ത്രൂ ഗ്രീൻ ചാനൽ. അത് കാര്യം ഞാൻ പറയാൻ മിസ് ചെയ്തത്, ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ അങ്ങ് റെഡ് ചാനൽ എന്ന് പറഞ്ഞിട്ട് ഗ്രീൻ ചാനൽ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. അത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഈ കസ്റ്റംസ് ഏരിയ വഴി പോകുന്ന സമയത്ത് റെഡ് ചാനലും ഗ്രീൻ ചാനലും. ഓക്കെ, അപ്പൊ നിങ്ങളിപ്പം അപ്പൊ നിങ്ങളുടെ കയ്യിൽ ജ്വല്ലറി ഉണ്ട്. 55 ഗ്രാമാണ് ജ്വല്ലറി. നിങ്ങൾ ഫീമെയിലാണ്. 1,00,000. ഇതിനെയാണ് ടാരിഫ് വാല്യൂ എന്ന് പറയുക. ടാരിഫ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫിക്സ് ചെയ്യുന്ന വാല്യൂ 1 ഗ്രാമിന് ഇത്ര. അപ്പൊ അങ്ങനെ ടാരിഫ് വാല്യൂ വെച്ചിട്ട് ഇത്രയും എമൗണ്ട് ഉള്ള ആ 55 ഗ്രാം ജ്വല്ലറിയാണ് 1,80,000 ജ്വല്ലറിയാണ്. ഓക്കെ, അതിന്റെ ടാരിഫ് വാല്യൂ. അപ്പൊ നിങ്ങൾക്ക് എത്ര കസ്റ്റംസ് ഡ്യൂട്ടി പേ ചെയ്യണം? അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എന്ത് ചെയ്യും? അപ്പോൾ നിങ്ങൾ ആദ്യം സ്റ്റെപ്പ് 1, 55 ഗ്രാമിന് 1,80,000 രൂപയാണ്. അപ്പം 1 ഗ്രാമിന് എത്രയാ? 1,80,000 by 55. ഇതാണ് 1 ഗ്രാമിന്റെ വില അല്ലേ? നിങ്ങൾക്ക് എത്ര വരെ കൊണ്ടുവരാൻ പറ്റും? ജ്വല്ലറി അലവൻസ് ഏതാണ്? റൂൾ നമ്പർ 5. റൂൾ 5 വഴി നിങ്ങൾക്ക് എത്ര വരെ കൊണ്ടുവരാൻ പറ്റും? നിങ്ങൾ സ്ത്രീ ആയതുകൊണ്ട് 40 ഗ്രാം വിത്ത് എ വാല്യൂ ക്യാപ്പ് ഓഫ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 1 lakh. നിങ്ങൾ സ്ത്രീ ആയതുകൊണ്ട് നിങ്ങൾക്ക് ജ്വല്ലറി അലവൻസ് റൂൾ 5 പ്രകാരം പറയുന്നത് 40 ഗ്രാം വരെ കൊണ്ടുവരാം വിത്ത് എ വാല്യൂ ക്യാപ്പ് ഓഫ് 1 lakh. 1 ലക്ഷം വരെയുള്ള നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. കാൽക്കുലേറ്റർ എടുക്കണം. അപ്പൊ 1,80,000 by 55 into 40 ഗ്രാം ആണെന്നുണ്ടെങ്കിൽ into 40 ഗ്രാം, ഇതാണ് വാല്യൂ. അപ്പൊ അത് എത്രയാ? 1,80,000 by 55 into 40. ഇത് എത്രയാ വരികയെന്നറിയോ? 1,30,910 rupees വരും ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. അതായത് 55 ഗ്രാമിന് പറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ കയ്യിലുള്ള ഗോൾഡിന്റെ വില 1,80,000. അപ്പൊ 1 ഗ്രാമിന്റെ എത്രയാ? 1,80,000 by 55. അപ്പൊ 40 ഗ്രാമിന് എത്രയാ? 1,30,000. അപ്പോൾ ഈ 1,30,000 രൂപയ്ക്ക് നിങ്ങൾക്ക് എക്സംഷൻ കിട്ടുമോ റൂൾ 5 പ്രകാരം? 40 ഗ്രാം വരെ നിങ്ങൾക്ക് കൊണ്ടുവരാം. ഓക്കെ, 40 ഗ്രാമിന്റെ വില എത്രയാ? 1,30,000. കേൾക്കുന്നില്ലേ ഞാൻ പറയുന്നത്? 1,30,000. ഈ 1,30,000 നിങ്ങൾക്ക് ഡ്യൂട്ടി ഫ്രീ കിട്ടുമോ? എന്താ പറഞ്ഞേ? അതാ ഞാൻ പറഞ്ഞത്. അതാണ് കറക്റ്റ്. അപ്പൊ നമ്മൾ സെക്കൻഡ് നോക്കേണ്ടത് വാല്യൂ ക്യാപ്പ് എത്രയാണ്. വാല്യൂ ക്യാപ്പ് എത്രയാ?
1 ലക്ഷം. ഇതിൽ ഏതാണോ ലോവർ അതേ കിട്ടുള്ളൂ. whichever is lower. ഓക്കെ, whichever is lower. അപ്പൊ നിങ്ങൾക്ക് എത്ര കിട്ടും? അതായത് 30,910 rupees. ഓക്കെ, ഇതിന്റെ 1 - 2 ചെയ്ത് കഴിഞ്ഞാൽ 1 ലക്ഷം വരെ നിങ്ങൾക്ക് റൂൾ 5 നിങ്ങൾക്ക് എക്സംഷൻ കിട്ടും. അപ്പൊ ബാലൻസ് ഇത്രയാണ്. ഇത്ര രൂപയ്ക്ക് നിങ്ങൾക്ക് കസ്റ്റംസ് ഡ്യൂട്ടി കൊടുക്കേണ്ടി വരും. ഇതാണോ കസ്റ്റംസ് ഡ്യൂട്ടി കൊടുക്കേണ്ടത്? നിങ്ങൾ വരുന്നത്, നിങ്ങൾ ഇന്ത്യക്കാരിയാണ് കേട്ടോ. നിങ്ങളെ തന്നെ ഓർത്താൽ മതി. യു ആർ എ പാസഞ്ചർ ഓഫ് ഇന്ത്യൻ ഓറിജിൻ. യു ആർ കമ്മിങ് ഫ്രം USA. നിങ്ങൾ അമേരിക്കയിൽ നിന്ന് വരികയാണ്. യു ആർ എ പാസഞ്ചർ ഓഫ് ഇന്ത്യൻ ഒറിജിൻ. നിങ്ങൾ 55 ഗ്രാം സ്വർണ്ണമായിട്ട് വരുന്നു. അതിന്റെ വാല്യൂ 1,80,000. അപ്പൊ കസ്റ്റംസ് ഓഫീസർ, പ്രോപ്പർ ഓഫീസർ കാൽക്കുലേറ്റ് ചെയ്യും 1,30,910. നിങ്ങൾ സ്ത്രീയാണ്, അതുകൊണ്ട് 1 ലക്ഷം ക്യാഷ്. അപ്പോൾ ഇത് സബ്ട്രാക്ട് ചെയ്തപ്പോൾ അയാൾക്ക് ഇത്രയും വാല്യൂ കിട്ടി. അപ്പൊ ഇത്രയാണോ നിങ്ങൾ കസ്റ്റംസ് ഡ്യൂട്ടി കൊടുക്കേണ്ടത്? നിങ്ങൾ സ്വർണ്ണമാണ് കൊണ്ടുവരുന്നത്, നിങ്ങൾ കൊണ്ടുവരുന്നത്, അതായത് ജ്വല്ലറി, അതായത് ഗോൾഡ് ബാറോ ഗോൾഡ് ബിസ്ക്കറ്റോ അല്ല. അപ്പൊ നമ്മൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ചാർട്ടിലേക്ക് വരണം. ഈ ചാർട്ടിൽ സ്വർണ്ണം എവിടെയാണ് കിടക്കുന്നത്? ഈ ചാർട്ടിൽ കണ്ടോ? ഇവിടെയാണ് ഓർണമെന്റ്സ് ഇവിടെയാണ് കിടക്കുന്നത്. ഞാൻ ക്രിയേറ്റ് ചെയ്ത പ്രോബ്ലം നിങ്ങൾ റൂൾ 5ഉം ഇതും കൂടെ ഒരുമിച്ച് യൂസ് ചെയ്യേണ്ടതോ, എല്ലാം കൂടെ യൂസ് ചെയ്യേണ്ടതാ. ഞാൻ ഇതുവരെ ഞാൻ കഴിഞ്ഞ 40 മിനിറ്റ് പറഞ്ഞ എല്ലാ സംഭവങ്ങളും നിങ്ങൾ യൂസ് ചെയ്യേണ്ടി വരും. റൂൾ 5 ജ്വല്ലറി അലവൻസ് യൂസ് ചെയ്യണം. പിന്നെ ഞാൻ ആദ്യം വരച്ച ചാർട്ടില് ജനറൽ ഫ്രീ അലവൻസ് കിട്ടുമോ? ടിക്ക് ഇവിടെയാണ് കിടക്കുന്നത്. ജനറൽ ഫ്രീ അലവൻസ് കിട്ടുന്ന സാധനമാണ് കണ്ടോ. ഇവിടെ ജനറൽ ഫ്രീ GFAക്ക് എലിജിബിൾ ആണ്. എത്ര? 38.5 ആണ് കൊടുക്കേണ്ടത്. GFA എലിജിബിൾ ആണ്, 38.5 ആണ്. ഇനി ആ ടേബിൾ മാത്രം യൂസ് ചെയ്താൽ പോരാ, ഞാൻ ഇവിടെ പറഞ്ഞ ടേബിൾ യൂസ് ചെയ്യണം. യു ആർ എ പാസഞ്ചർ ഓഫ് ഇന്ത്യൻ ഓറിജിൻ, യു ആർ കമ്മിങ് ഫ്രം സ്റ്റേറ്റ്. സോ റൂൾ 3 എത്രയാണ് നിങ്ങൾക്ക് എത്ര GFA? 50,000. 50,000 വരെ നിങ്ങൾക്ക് ജനറൽ ഫ്രീ അലവൻസ് കിട്ടും. ഇവിടെ കിട്ടിയ വാല്യൂ എത്രയാണ്? 30,000. അപ്പൊ നിങ്ങൾക്ക് എത്ര കസ്റ്റംസ് ഡ്യൂട്ടി കൊടുക്കണം? നിൽ. ഓക്കെ, സപ്പോസ് ഇത് 80,000 ആയിരുന്നു എന്ന് വെക്കുക. ഇത് 80,000 ആയിരുന്നെങ്കിലോ നിങ്ങൾ 50,000 സബ്ട്രാക്ട് ചെയ്ത് ബാക്കിയുള്ളതിന്റെ മുകളിൽ അതിന്റെ എന്ത് കൊടുക്കണം? 38.5% കൊടുത്താൽ മതി. കാരണം 38% കസ്റ്റം, 110 അല്ല. ഓക്കെ, ഇപ്പൊ സപ്പോസ് നിങ്ങൾ കൊണ്ടുവരുന്ന ഫയർ ആം ആണ്. ഇനി നിങ്ങൾക്ക് എത്ര പ്രോബ്ലംസ് വേണമെങ്കിലും ഇതിന്റെ അകത്ത് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞ എല്ലാ ടേബിൾസും ഉപയോഗിക്കുന്ന ഒരു പ്രോബ്ലം ആണ്. ആദ്യം യു ആർ എ പാസഞ്ചർ ഓഫ് ഇന്ത്യൻ ഒറിജിൻ, യു ആർ കമ്മിങ് ഫ്രം എ സ്റ്റേറ്റ് അതർ കൺട്രി അതർ ദാൻ നേപ്പാൾ, ഭൂട്ടാൻ, ബർമ. സോ 50,000 എക്സെപ്ഷൻ ഉണ്ട്. ഓക്കെ, പിന്നെ നിങ്ങൾ കൊണ്ടുവരുന്ന ജ്വല്ലറിയുടെ അത് 40 ഗ്രാംസ്, വാല്യൂ ക്യാപ്പ് 1 ലക്ഷം. അപ്പോൾ 1 ലക്ഷം വരെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അപ്പോൾ 30,000 ആണ്. 30,000 നിങ്ങൾക്ക് ജനറൽ ഡ്യൂട്ടി ഫ്രീ ആണ്. എത്ര പ്രോബ്ലംസ് വേണമെങ്കിലും ഈ ബാഗേജ് പ്രൊവിഷൻ ഉണ്ട്. നിങ്ങൾക്ക് യൂസ്ഡ് ഇഫക്റ്റും ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ ഒരു കുട്ടിയുണ്ട്, പിന്നെ നിങ്ങളുടെ കയ്യിൽ ലാപ്ടോപ്പ് ഉണ്ട്, കുട്ടിയുടെ മുകളിൽ ഇട്ട സ്വർണത്തിന് ഇത് കിട്ടുമോ? അങ്ങനെ പല പല പ്രോബ്ലംസ് ഇതിന്റെ അകത്ത് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഒന്ന് നമ്മൾ പഠിച്ച ബിൽ ഓഫ് എൻട്രി ആ സംഭവത്തിൽ ഒരു പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ബാഗേജ് പ്രൊവിഷൻ. ഓക്കെ, ഇനി നിങ്ങൾ എക്സാം എഴുതിയിട്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് വരുമെന്ന് നമുക്ക് വിചാരിക്കാം. ഓക്കെ, എന്നാൽ നിങ്ങൾക്ക് മറ്റേ ഇതിനുള്ള സമയമായില്ലേ, ലീവ് ചെയ്തോളൂ. ഓക്കെ, ബൈ.